ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ പെങ്ങന്മാരോട് പറയുകയാ, ഈ അടുത്ത സമയത്ത് ഒളിച്ചോട്ടപ്പിന്റെ ഒരു കഥ കേട്ടു. ഒരു പെണ്ണൊളിച്ചോടി, ഏത് പെണ്ണാണ്? കഷ്ടപ്പെട്ട് വാപ്പ അധ്വാനിച്ച് മുണ്ടിറക്കി കൊടുത്തുകൊണ്ട് ഉറക്കമുളച്ചുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട പൊന്നുമോളെ വളർത്തിക്കൊണ്ടുവന്നു. ആ പൊന്നുമോക്ക് തണ്ടിയും തടിയും വന്നപ്പോ, ആ പൊന്നുമോക്ക് ചോരയും നീരും വന്നപ്പോ, ആ പൊന്നുമോള് നല്ല സുന്ദരിയായപ്പോ വാപ്പ കണ്ടെത്തി കൊടുക്കുന്ന പുതുമാരനെ സ്വീകരിച്ച് വാപ്പാന്റെ പൊന്നുമോളായി കഴിയേണ്ട മോളല്ലേ. ആ പൊന്നുമോള് സ്വന്തമായ ഒരു തരം തെരഞ്ഞെടുത്തു. ആ മനുഷ്യൻ റൗഡിയാണ്, ആ മനുഷ്യന് പക്കാ ക്രിമിനലാണ്. വാപ്പ പറഞ്ഞു, മോളെ നിനക്കത് യോജിച്ചതല്ല. ഇല്ല, അവന് ക്രിമിനലാണെന്ന് എനിക്കറിയാം, അവന് പക്കാ ഫ്രോഡാണെന്ന് എനിക്കറിയാം, അവന് കേടിയാണെന്ന് എനിക്കറിയാം, അവൻ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവനാണെന്ന് എനിക്കറിയാം, അവൻ ബ്ലാക്ക് ലിസ്റ്റിൽ പേരുള്ളവനാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അവൻ മതി, എനിക്ക് അവനില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം അവൻ വന്നു, പെണ്ണിറങ്ങി ഓടി. വണ്ടിക്കകത്ത് കയറിയപ്പോൾ വാപ്പ വന്ന് വണ്ടിയുടെ മുമ്പിൽ നിൽക്കുകയാ. ഇല്ല, ഞാൻ വിടൂല പൊന്നുമോളെ, പോകല്ലേ. ആ സമയത്ത് വണ്ടിക്കകത്തിരുന്ന പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? വാപ്പയോടല്ല പറയുന്നത്, ഇന്നലെ കണ്ട കാമുകനോട് പറയുന്നത് എന്തെന്നറിയുമോ? ഇന്നലെ കണ്ട കാമുകനോട് ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? വാപ്പ മാറാതെ വണ്ടിയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ പെണ്ണ് കാമുകനോട് പറയുന്ന, കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ, വാപ്പാടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ എന്ന് കാമുകനോട് പറയാൻ മാത്രം ഇന്നത്തെ എന്റെ സമുദായത്തിൽ പാവപ്പെട്ട പെൺകുട്ടികൾ പിഴച്ചുപോയെന്നറിയുമ്പോൾ എന്റെ പാവപ്പെട്ട പെൺകുട്ടികൾ വാഴുന്നതിന് കുറവൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ സമയം തന്നെ പപ്പോളം വാഴ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർക്ക് കുറവില്ല, ശ്രോതാക്കൾക്ക് കുറവില്ല, സംഘാടകർക്ക് കുറവില്ല. പിന്നെ എവിടെയാണ് കുറവ്? പറയുന്നവന് ദീനില്ല, പറയിപ്പിക്കുന്നവന് ദീനില്ല, കേൾക്കുന്നവന് ദീനില്ല. എന്താ വാഴ് കൊണ്ട് നേട്ടവന്റെ സഹോദരങ്ങളെ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് الموجود بكل زمان المعروف بكل إحسان المعبود بكل مكان المذكور بكل لسان لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني ماليا هلك عني سلطانيا.
صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم: مثل الجليس الصالح وجليس السوء كحامل المسك ونافخ الكير، فحامل المسك إما أن يهديك وإما أن تبتاع منه وإما أن تجد منه ريحا طيبا، ونافخ الكير إما أن يحرق ثيابك وإما أن تجد منه ريحا خبيثا، أو كما قال سيدنا وحبيبنا وشفيعنا محمد رسول الله صلى الله عليه وعلى آله وصحابه وأتباعه وأشيائه وعترته وأهل بيته أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا وأخرانا. يا ربي أعد لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي. نور إله السماء قلب الغريب كما نورت قلب إمام من ناس غزالي. فعلم أمة مولانا محمد صلى الله عليه وسلم. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ തോട്ടുമുഖം കിഴക്കേ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ത്രിദിന പ്രഭാഷണ മതവിജ്ഞാന സദസ്സിന്റെ സമാപന ദിവസത്തിലെ ധന്യമായ രാവിലെ ഏറ്റവും മഹത്വമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഈ സംഗമം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും ജഗനിയന്താവും സർവാധിനാഥനും സർവേശ്വരനും സർവഗുണ സമ്പൂർണനും സർവസൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കുകയും ശിഷ്ടകാല ജീവിതം പാപത്തിൽ നിന്നൊഴിഞ്ഞു മാറി അല്ലാഹുവിനോടും അവന്റെ അടിമകളോടുമുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റപ്പെടുന്നവരായി അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ചുണ്ടിൽ പുഞ്ചിരിയും നാവിൽ കെലിമയും കണ്ണിൽ സ്വർഗത്തിന്റെ ചിത്രവുമായി സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകൾ അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പൈശാചികമായും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിയുന്ന, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റി സന്തോഷവും സമാധാനവും ശാന്തിയും കളിയാടുന്ന ജീവിതം അല്ലാഹു നമുക്കും അവർക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഫലം കാണാത്ത വിഫലമായ 5 വിലാപങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
6666 ആയത്തുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നാളെ പാരത്രിക ലോകത്ത് പരലോകത്ത് അള്ളാഹുവിന്റെ പരമോന്നതമായ കോടതിയിൽ വിഫലമാകുന്ന 5 വിലാപങ്ങളുണ്ട്. ഫലം ചെയ്യാത്ത, സഫലമാകാത്ത, വിഫലമാകുന്ന 5 വിലാപങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇവിടെ നമ്മൾ പറയാ പരാജയപ്പെട്ടു പോയി SLCക്ക്, അവ പറയാ പഠിച്ചിരുന്നെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത കൊല്ലം ഈ ഒരു ചിന്ത, ഈ ഒരു ആവേശം അടുത്ത വർഷം നീ കാണിച്ചാൽ മതി, പ്രശ്നമില്ല. പക്ഷെ നാളെ പരലോകത്ത് പോയിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ രക്ഷയില്ല. അങ്ങനെ ഖുർആൻ പറഞ്ഞ 5 വിലാപങ്ങൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിലാപം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നമ്മളെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബറുകളിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്കിന്റെ 2ാമത്തെ കാഹളത്തിലെ ഊത്തുവരുന്ന സമയത്ത് ഞാനും നിങ്ങളും പരിപൂർണ നഗ്നരായി ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ പടച്ച തമ്പുരാന്റെ പ്രവിശാലമായ കോടതിയിൽ ചെല്ലും. ആ കോടതിയിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്ർ, ആ ഫജ്റിലൂടെയാണ് ഒന്നാമത്തെ വിലാപം അള്ളാഹു പഠിപ്പിക്കുന്നത്. ഞാനും നിങ്ങൾ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നാനാഭാഗത്ത് അള്ളാഹുവിന്റെ മാലാഖമാര് സംരക്ഷണ വലയം തീർത്തുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കല്ലാ ഇദാ ദുഖത്തിൽ അർളു ദകനദകാ. ഇന്ന് നീ കീഴടക്കാൻ ശ്രമിക്കുന്ന ഭൂമി ലോകമുണ്ടല്ലോ, ഈ ലോകം മുഴുവനും അല്ലാഹു തകർത്തങ്ങ് തരിപ്പണമാക്കി കഴിഞ്ഞാ നിന്റെ പടച്ച തമ്പുരാൻ ഇതാ ഹാജരായിരിക്കുകയാണ്. ഏതൊരു തമ്പുരാനെയാണോ നീ സുജൂദ് ചെയ്തിരുന്നത്, ഏതൊരു പടച്ചവന് വേണ്ടിയിട്ടാണോ സാഷ്ടാംഗം ചെയ്തത്, ഏതൊരു തമ്പുരാന്റെ മുമ്പിലാണോ ഓച്ചാനിച്ചിരുന്നത്, ഏതൊരു അല്ലാഹുക്ക് വേണ്ടിയിട്ടാണ് പകലന്തിയോളം നോമ്പ് പിടിച്ചത്, ഏതൊരു തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ സമ്പത്ത് ചെലവഴിച്ചത്, ആ അല്ലാഹു ഇതാ ഹാജരാവുകയാണ്. എങ്ങനാണോ അങ്ങനെ ഹാജരാവുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്ന വെള്ളം മലക്കു സൊഫന സൊഫാ, നിന്റെ നാലാഭാഗത്തും അല്ലാന്റെ മാലാഖമാരങ്ങളും സംരക്ഷണ വലയം തീർക്കുകയാണ്. അല്ലാന്റെ മലക്കുകൾ 4 ഭാഗത്തും അങ്ങ് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്ർ എടുക്കുന്ന പരിശോധിച്ചു നോക്ക് ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, ഖുർആനുമായി ഒരു ബന്ധം വരട്ടെ മോളെ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഫജ്ർ എടുക്കുന്ന ഓതണേ പെങ്ങളെ. അല്ലാഹു പറയുകയാണ്, വജീ ഇതാ കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവരികയാ. 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലകളിൽ 70,000 മാലാഖമാര് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് നരകം. ആ നരകത്തെ കൊണ്ടുവന്ന് നിർത്തുമ്പോ അല്ലാഹു മുന്നിലാ നിൽക്കുന്നത്, 4 ഭാഗത്ത് അല്ലാഹുവിന്റെ മലക്കുകളാ നിൽക്കുന്നത്. ഒരു ചുഞ്ച് പോലും, 1 ഇഞ്ച് പോലും, 1 മുഴം പോലും, 1 സെന്റിമീറ്റർ പോലും, 1 ചാൺ പോലും, 1 അടി പോലും നിനക്കൊന്ന് കാലുമാറ്റി ചവിട്ടാൻ സാധിക്കില്ല. നീ ആരുടെ മുമ്പിലാ നിൽക്കുന്നത്? നടന്നു പോകുന്ന പാറയോരത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്തതിന്റെ പേരിലോ, അതല്ലെങ്കിൽ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിലോ, അല്ലെങ്കിൽ 4 വീലർ ഓടിച്ചു പോയപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന്റെ പേരിലോ, സഹോദരങ്ങളെ, പിണറായിയുടെ പോലീസ് കൈ കാണിച്ചു നിർത്തിയ ആ പോലീസ് കൈ കാണിച്ചു നിർത്തുമ്പോ നീ അവന്റെ മുമ്പിൽ ചെന്ന് ചൊറിഞ്ഞു നിൽക്കുമല്ലോ, 1 ഇഞ്ച് പോലും മാറ്റി നീ ചവിട്ടൂലല്ലോ. ഏതാനും കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്ന നിയമപാലകന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ നിനക്ക് പേടിയാണെങ്കിൽ അല്ലാഹു ചോദിക്കുമല്ലോ, ലിമനിൽ മുൽക്കുയോ, ആർക്കടാ അധികാരമെന്ന് ചോദിക്കുമ്പോ അമേരിക്കയുടെ ചരിത്രത്തിലെ 45ാമത്തെ പ്രസിഡന്റായി 70 വയസ്സുകാരനായ ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോരുത്തരും റബ്ബിന്റെ മുമ്പിൽ പറയുന്നത്, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, ഇന്ന് അധികാരം നിനക്ക് മാത്രമാണ് തമ്പുരാനെ. ഇന്ന് ഒരു കുട്ടി തമ്പുരാക്കന്മാർക്ക് അധികാരമില്ല, ഇന്ന് ഒരാൾക്കും അധികാരമില്ല, ഇന്ന് അല്ലാഹുവേ നിനക്ക് മാത്രമാണ് അധികാരം എന്ന് പറഞ്ഞ് എല്ലാവരും സമ്മതിക്കുന്ന ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, 1 ഇഞ്ച് നിനക്കൊന്ന് കാല് മാറ്റിച്ച വിട്ടാൻ പറ്റൂല.
പറ്റൂല, ഒരല്പം പോലെ നിനക്ക് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റൂല. നിന്റെ നാനാഭാഗത്തല്ലാന്റെ മലക്കുകൾ വന്ന് സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. ആ സമയത്താണ് നീ ഒന്നാമത്തെ വിലാപം ഒരിക്കാദ്യമായിട്ട് നീ വിലപിക്കുന്നത് അവിടെയാണ്. നിന്റെ വിലാപത്തിൽ ഒന്നാമത്തെ വിലാപം അവിടെയാണ്. അല്ലാഹു പറയുകയാണ്, ഓരോ മനുഷ്യനും അന്ന് ചിന്തിച്ചു പോകുന്നതാണ്. എന്താ ചിന്തിക്കുന്നത്? അല്ലാഹുവേ പടച്ചവനെ, എന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് തോട്ടുമുഖം കിഴക്കേ മുസ്ലിം മഹല്ലത്തിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ ഞാൻ നിസ്കരിച്ചില്ലല്ലോ, റമദാനിന്റെ പൊന്നമ്പിളി വന്നപ്പോൾ ഞാൻ നോമ്പ് പിടിച്ചില്ലല്ലോ, പരിശുദ്ധമായ കഅബാലയത്തിൽ ചെല്ലാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ, ഉംറ ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് ചിന്തിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നീ ഒന്നാമത്തെ ഘട്ടത്തിൽ ഓർക്കുന്നോനെ. ആ സമയത്താണ് അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹ് കളിയാക്കി ചോദിക്കുന്നു, ഇന്ന് നീ ഓർത്തിട്ട് എന്തെടുക്കാനാണ് നീ ഇന്ന് ഓർക്കുന്നത്? എത്ര പ്രഭാഷകർ നിന്റെ മുമ്പിൽ പ്രസംഗിച്ചു പോയടാ. പ്രഭാഷക, നീ എത്ര വേദികളിൽ പ്രസംഗിച്ചടാ, നിനക്ക് നന്നാകണമായിരുന്നല്ലോ, നീ നന്നായിട്ടില്ലല്ലോ. ഏതോ സംഘാടക, നീ എത്ര വർഷം വഴന്നു വെച്ചടാ, എന്നിട്ട് നീ എന്തേ നന്നാകാത്തത്? ആ സമയത്ത് എന്റെ സഹോദരങ്ങളെ ഒന്നാമത്തെ വിലാപം വരികയാണ്. ഞാനും നിങ്ങളും വിലപിക്കുകയാണ്. എന്തു പറഞ്ഞുകൊണ്ടാ വിലപിക്കുന്നത്? അല്ലാഹുവേ, ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഞാൻ നിസ്കരിച്ചിരുന്നെങ്കിൽ, ഞാൻ നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, എന്റെ പള്ളിക്കുടെ പണിക്ക് വേണ്ടിയിട്ട്, എന്റെ മദ്രസയുടെ പണിക്ക് വേണ്ടിയിട്ട്, എന്റെ സ്ഥാപനങ്ങളുടെ പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ലക്ഷങ്ങളങ്ങ് ചെലവ് ചെയ്തിരുന്നെങ്കിൽ, പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കിടന്നപ്പോ, പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അട്ടിക്ക് വകയില്ലാതെ കിടന്നപ്പോ, ഒരു തുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ടവന് ജീവിച്ചപ്പോ, തലചാക്കാൻ ഒരിടമില്ലാതെ ആകാശത്തെ മേൽക്കൂരയാക്കിക്കൊണ്ട് ചോർന്നലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടന്നപ്പോ ഒരു വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. ഇല്ല ഇല്ല ചെറുപ്പക്കാരാ, രക്ഷയില്ല. ചിന്തിച്ചിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഇവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല പൊന്നുമോനെ. ആ സമയത്ത് ഞാനും നിങ്ങൾ പറയുന്നതാണ്, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. അല്ലാഹുവേ, ഞാൻ എന്തെങ്കിലും മുമ്പേ ചെയ്തു വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, എന്തെങ്കിലും ഞാൻ ചെയ്തു വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ ചിന്ത അവിടെ പോയിട്ടല്ല വിലപിക്കേണ്ടത്, ഇവിടെ വെച്ച് തീരുമാനമെടുത്തിട്ടാണ് പോകേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ എന്റെ സഹോദരങ്ങളെ. പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹ് വന്നു, മലക്കൾ നാല് ഭാഗത്തായി. ഒന്നങ്ങോട്ട് മാറാൻ പറ്റൂല, ഒരു ഇഞ്ചൊന്നും മാറ്റി ചവിട്ടാൻ പറ്റൂല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, പടച്ചോനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ. അപ്പോഴാണ് നിസ്കരിക്കാനുള്ള മോഹം വരിക, അപ്പോഴാണ് നോമ്പുടിക്കാനുള്ള മോഹം വരിക, അല്ലേ? അപ്പോഴാണ് പാവപ്പെട്ടവൻ ചെറ്റക്കൂര പോലും ഇല്ലാതെ അവൻ നടു റോഡിലും റോഡിന്റെ സൈഡിലും സാരി തുമ്പ് വലിച്ചു കെട്ടിയിട്ട് കാറ്റത്തും മഴയത്തും വെയിലത്തും കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതെ, തന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കാൻ കഴിയാതെ വിഷം മുട്ടിയ വയറുമായിട്ട് നടന്നപ്പോൾ കൊട്ടാരങ്ങളിൽ വിരാജിച്ചവർ, കൊട്ടാരങ്ങളിൽ താമസിച്ചവർ ആലോചിക്കുമല്ല, എന്റെ എത്രയോ റൂം ചെലന്തി വല കയറിയിട്ട്, എന്റെ എത്രയോ റൂം പൊടി പിടിച്ച് കിടന്നിട്ട്, എന്റെ എത്രയോ റൂമുകൾ ഞാൻ അങ്ങനെ ഉപയോഗശൂന്യമായി കിടന്നപ്പോഴും അതിൽ ഒന്ന് പോരായിരുന്നോ ഈ പാവപ്പെട്ടവനൊന്ന് തലചായ്ക്കാൻ? അതാരും ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ വിഷയമല്ലല്ലോ, നമ്മുടെ കാര്യമല്ലല്ലോ. എന്റെ സഹോദരങ്ങളെ, വെറുതെ അല്ല. ഞാനൊരു കഥ പറഞ്ഞു തരാം. ആ കഥ എന്ന് പറയുമ്പോൾ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും. പണ്ടൊരു വീട്ടുകാരൻ എലിപ്പെട്ടിയുമായി വന്നപ്പോ പത്തായത്തിൽ എലി ഇരിക്കുകയാണ്. ആ പത്തായത്തിലെ എലിപ്പെട്ടി കണ്ടുകൊണ്ടുവരുന്ന വീട്ടുകാരനെ കണ്ടപ്പോ ചാടി ഇറങ്ങിയെന്നാണ്. കാരണം തന്റെ ജീവൻ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോ തീരുമെന്ന് നല്ലതുപോലെ എലിക്കറിയാം. ആ എലി താഴെ ഇറങ്ങി ആദ്യം കണ്ടത് പുരയിടത്തിലൂടെ ഇഴഞ്ഞു പോകുന്ന പാമ്പിനെയാണ്. പാമ്പിനോട് വന്നിട്ട് പറഞ്ഞു, പാമ്പേ, എന്റെ കാര്യം ഇതോടുകൂടി തീരാൻ പോവാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം.
എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. എലിപ്പെട്ടിയുമായിട്ട് വീട്ടുകാരൻ വന്നിരിക്കാൻ. ആ സമയത്ത് പാമ്പ് പറഞ്ഞു പത്രേ, നിന്റെ വിഷയമല്ലേ, എലിപ്പെട്ടിയെ പേടിക്കേണ്ടത് എലിയാണ്, പാമ്പല്ല. അതുകൊണ്ട് നീ നിന്റെ ജോലി നോക്കിപ്പോ, എനിക്കതൊരു വിഷയമല്ല. പാമ്പ് മറുപടി കൊടുത്തപ്പോ സഹിക്കാൻ കഴിയാതെ എലി നേരെ പോയത് ആട്ടിന്റെ അടുക്കലാണ്. ആട് പുരയിടത്തിന്റെ ഒരു മൂലയ്ക്ക് ആട്ടിൻ പുരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ആടിനെ. ആ ആടിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആടെ രക്ഷിക്കണം, മുതലാളി എലിപ്പെട്ടിയുമായി വന്നിരിക്കാൻ. ആ സമയത്ത് ആട് പറഞ്ഞു, ആടായ ഞാൻ എന്തിന് എലിപ്പെട്ടിയെ പേടിക്കണം? നിനക്കല്ലേ പേടിക്കേണ്ടത്, എന്റെ വിഷയമല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നീ അനുഭവിച്ചോളാൻ പറഞ്ഞു. വിഷമത്തോടെ മൂന്നാമത് വന്നത് പോത്തിന്റെ അടുത്തായിരുന്നു. ആ പോത്തിന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ പോത്ത് പറഞ്ഞു, എന്റെ വാല് പോലും എലിപ്പെട്ടിക്കകത്ത് കയറൂല, ഞാൻ എന്തിനു പേടിക്കണം? നീയല്ലേ പേടിക്കേണ്ടത്, നിന്റെ കാര്യമായി നീയായി, നീ പൊക്കോ, എന്റെ കാര്യം ഞാനും എന്റെ വഴിക്ക്. സങ്കടത്തോടെ എലി പത്തായത്തിൽ കയറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ കാറ്റും മഴയും പെയ്തു. ആ മഴ പെയ്തപ്പോൾ കറണ്ട് പോയി. പാമ്പ് ഇടഞ്ഞിടഞ്ഞറിയാതെ എലിപ്പെട്ടിയുടെ ഉള്ളിലായി. എലിയാണ് വീണതെന്ന് കരുതിയിട്ട് ആള് ഓടി വന്നിട്ട് കൈ അതിനകത്തിറക്കി പാമ്പ് കൊത്തി കൊടുത്തു. പാമ്പ് കൊത്തി, പെട്ടെന്ന് പാമ്പ് കൊത്തി എന്ന് നിലവിളിച്ചപ്പോൾ ആളുകൾ ഓടിക്കൂടി. നോക്കുമ്പോൾ പാമ്പ് അതിനകത്ത് കിടക്കുക. പാമ്പിനെ തല്ലിക്കൊന്നു. പാമ്പിന്റെ കഥ കഴിഞ്ഞു. ഇയാളെ എല്ലാവരും പൊക്കിയെടുത്ത് അടുത്ത വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി. വൈദ്യം പറഞ്ഞു, അജമാംസ രസായനം കൊടുത്താൽ വിഷം ഇറങ്ങും, കാരണം കഠിനമായ വിഷമാ ഉള്ളിൽ പോയിരിക്കുന്നത്. ആടിന്റെ രസായനം കൊടുക്കണം, എങ്കിലേ വിഷം മാറും. ബന്ധുക്കൾ പറഞ്ഞു, വിഷമിക്കണ്ട, വീട്ടിലൊരു ആട് ഇപ്പുണ്ടല്ലോ. ആടിനെയും കണ്ടിച്ചു. ആടിന്റെ രസായനം ഉണ്ടാക്കി അജമാംസ രസായനം വെച്ച് കൊടുക്കാൻ വേണ്ടി ആള് കാത്തു നിന്നില്ല. അതിനു മുമ്പ് ആള് മരിച്ചു. അങ്ങനെ ബന്ധുക്കളൊക്കെ പറഞ്ഞു, ഈ മരണം അറിഞ്ഞുകൊണ്ട് 4 ഭാഗത്തുനിന്ന് ആളുകളൊക്കെ ഓടിക്കൂടുമല്ലോ, 3 ദിവസം എന്തായാലും അവരൊക്കെ ഇവിടെ ഉണ്ടാവും. 3-ാം ദിവസം നമുക്ക് സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ വെച്ച് നമുക്ക് റാഹത്തായി കഴിച്ചിട്ട് പിരിയാം. അങ്ങനെ ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കുമ്പോ വെറുതെ മീൻ കൊടുത്താൽ പറ്റൂലല്ലോ, ഇറച്ചി കൊടുക്കണം. അങ്ങനെ വീട്ടിൽ നിന്ന് പോത്തിനെയും കണ്ടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആടിന്റെ ജീവനും പോയി, പാമ്പിന്റെ ജീവനും പോയി, പോത്തിന്റെ ജീവനും പോയി, ആളിന്റെ ജീവനും പോയി. ഇത് 4 ജീവനുകൾ പോകുന്നത് കണ്ട് പത്തായത്തിൽ എലി ഇങ്ങനെ നോക്കി മൂകസാക്ഷിയായിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, നമുക്കൊരു വീടില്ല എന്ന് നമുക്ക് റാഹത്താണ്. എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും വീടുണ്ട്, അവന്റെ കാര്യമല്ലേ, അത് അവന്റെ ഭാര്യ നോക്കിക്കോട്ടെ എന്ന് ചിന്തിക്കലല്ല. നാളെ പരലോകത്തെങ്കിൽ ചിന്തിക്കും. എന്താ ചിന്തിക്കുക? അള്ളാഹുവെ ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പൈസ ഉണ്ടല്ലോ, എന്റെ പൈസ കൊണ്ട് തിന്നുന്ന, എന്റെ ബാക്കി കൊണ്ട് എന്റെ അനന്തരാവകാശികളെ തിന്ന് അവര് പുകച്ചൊന്ന് അതുപോലെ തന്നെ പതച്ചു കളയുന്ന പൈസ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് ചിന്തിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പരലോകത്ത് കിടന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ശബാബക ഖബ്ല ഹറമിക, നീയേ വയസ്സനാവും, പ്രായം വന്ന് നിന്റെ ശരീരത്തിന്റെ തൊലികളൊക്കെ വറ്റിവരണ്ട വയലേലകൾ പോലെ വിണ്ടുകീറും. അതിന് മുമ്പ് നിന്റെ നടു മടക്കാൻ കഴിയാതെ, നിന്റെ നടു നല്ലതുപോലെ നിവരാൻ കഴിയാതെ, നിന്റെ കൈകാലുകൾ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിവർക്കാൻ കഴിയാതെ നീ ബുദ്ധിമുട്ടും ഒരു കാലം വരും നിനക്ക്. അതിന് മുമ്പ് നീ നിന്റെ യുവത്വം നീ പരിശ്രമത്തിലൂടെ നിന്റെ യുവത്വം നീ മുതലെടുത്തോളണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. യുവാവായിരുന്നപ്പോ ഓടി പള്ളിയിൽ വരുമായിരുന്നു, ഒരു വഖത്ത് പോലും മുടങ്ങിയിട്ടില്ല. പക്ഷെ അവൻ വാർദ്ധക്യം വന്ന് അവന് കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ നീ പള്ളിയിൽ വരണ്ട, അള്ളാഹു നീ പള്ളിയിൽ വന്ന് ഔവ്വൽ തക്ബീറിൽ ഔവ്വൽ ജമാഅത്തിൽ ഇമാമിന്റെ വലതുഭാഗത്ത് 1-ാം സഫില് നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി നിന്റെ അക്കൗണ്ടിൽ അള്ളാഹു തന്നുകൊണ്ടിരിക്കും. കാര്യം എന്താ? നീ യുവാവായിരുന്നപ്പോ പള്ളിയിൽ സ്ഥിരം വരുമായിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പൊ നീ പ്രായം ആയതുകൊണ്ട് നിനക്ക് വരാൻ പറ്റുന്നില്ല. വരണ്ട, നിനക്ക് അള്ളാഹു അതിന്റെ പ്രതിഫലം തരും. രണ്ടാമത് പറഞ്ഞു, നീ രോഗം പിടിപെടും നിന്നെ. ഇന്നത്ര വലിയ രോഗമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ ഭീകരമായ രോഗങ്ങൾ നമ്മളെ വേട്ടയാടുന്നതിന് മുമ്പ് അള്ളാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യം ഞാനും നിങ്ങളും മുതലാക്കണേ. പരിശുദ്ധമായ ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി മടങ്ങി വരുന്ന പ്രായമുള്ള ആളുകൾ പറയുന്നതെന്താണ്? പോകുന്നെങ്കിൽ മക്കളെ, നിങ്ങൾ ചെറിയ പ്രായത്തിലിപ്പോൾ എനിക്ക് നല്ലതുപോലെ സഫാ മർവയിൽ സഈ ചെയ്യാൻ കഴിഞ്ഞില്ല, മതാവിലെ തവാഫ് ചെയ്യാൻ കഴിഞ്ഞില്ല, പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിഞ്ഞില്ല. എന്നെ എല്ലാ രാജ്യക്കാരും എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ ആദ്യത്തെ ആരോഗ്യത്തിന്റെ ഘട്ടത്തിലാണ്, യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ്. ഞാനെങ്ങാനും ഹജ്ജിന് പോയാ ഇറാനിയെയും ഇറാഖിയെയും ഷാമിയെയും ഫലസ്തീനിയെയും അഫ്ഗാനിയെയും
പാകിസ്ഥാനിയെയോ ഏത് രാജ്യത്തിനും എത്ര വലിയ ആചാരബാഹുക്കളായ മനുഷ്യരെയും ഞാൻ എന്റെ കൈകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഹജറുൽ അസ്വദ് മുട്ടുമായിരുന്നു. പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോ ഞാൻ പരിശുദ്ധമായ മണ്ണിലെത്തിയപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, നീ നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യവും യുവത്വവും നീ മുതലാക്കണേ. നിനക്ക് ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട്. നിന്നെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നിന്റെ സമ്പത്ത് സമയം നീ ചെലവാക്കണേ. നിന്റെ സമ്പന്നതയുടെ സമയം നീ മുതലാക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. നിനക്ക് ഒരുപാട് തിരക്കുകൾ വരുന്നതിന് മുമ്പ് ഫ്രീ ടൈം നിനക്ക് കിട്ടുമ്പോ അതിനെ നീ മുതലാക്കണേ. ഹയാതക ഖബല മൗതിക, മരിക്കുന്നതിന് മുമ്പ് നീ നിന്റെ ജീവിതത്തെ മുതലാക്കണേ. ഇവിടെയാണ് ചിന്തിക്കേണ്ടത് എന്റെ ചെറുപ്പക്കാരാ. ഇവിടെ വെച്ചാണ് ഞാനും നിങ്ങളും പരലോകത്തിന്റെ ബാക്കി പത്രത്തെ പറ്റി ആലോചിക്കേണ്ടത്. അതല്ലാതെ പരലോകത്ത് ചെന്നിട്ട് അല്ലാഹുവേ ഞാൻ ദുനിയാവിലായിരുന്നെങ്കിൽ നിസ്കരിക്കാമായിരുന്നല്ലോ, ദുനിയാവിലായിരുന്നെങ്കിൽ നോമ്പ് പിടിക്കാമല്ല, അല്ലാഹുവേ പടച്ചവനെ ഒരു സെക്കൻഡ് എന്നെ മടക്കി വിടുമോ? ഇല്ല ഇല്ല, വിലാപം വിഫലമാണ്, സഫലമല്ല വിഫലമാണ്. ആ വിലാപത്തിന് കാര്യമില്ല, ഒരിക്കലും നിനക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, ഈ ചിന്തകളെ മഹാരഥന്മാരെ ദുനിയാവിൽ വെച്ച് ചിന്തിച്ചവരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിന്റെ പാസ് കിട്ടിയ സഹാബിയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ മുഖത്ത് നോക്കിയിട്ട് നീ സ്വർഗ്ഗത്തിലാണ് അബൂബക്കർ എന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോലും പറഞ്ഞതെന്താണ്? പരലോകത്ത് ചെന്നല്ല സിദ്ദീഖ് തങ്ങൾ വിലപിക്കുന്നത്, ദുനിയാവിൽ വെച്ച് തന്നെ വിലപിക്കുകയാണ്. എങ്ങനെയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിലപിച്ചതെന്നറിയുമോ? കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഫ്ആലി കസീറുൻ സാദു താഅതി ഖലീൽ. كيف حالي يا إلهي ليس لي خير العمل سوء أفعالي كثير زاد طاعتي قليل. ആരാ പറഞ്ഞത് എന്റെ ചെറുപ്പക്കാരാ? ആരാ തോട്ടുമുഖത്തെ എന്റെ പെങ്ങളെ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈമാൻ എടുത്ത് ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് മറതത്തിൽ സിദ്ദീഖിന്റെ ഈമാൻ എടുത്ത് വെച്ചാ വല്ലാഹി 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 ഈമാൻ ആരുടെ ഈമാനിലാണ് ഭാരമെന്നറിയുമോ? ലോകത്തുള്ള ഉമർ തങ്ങൾ തുടങ്ങിയിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുത്ത് അമ്പിയാക്കളുടെ ഈമാൻ മാറ്റി വെച്ച അബൂബക്കർ സിദ്ദീഖ് മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന അമ്പിയാക്കളുടെ ഈമാൻ മാറ്റി വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന സഹാബത്തിന്റെ അബൂബക്കർ സിദ്ദീഖിനെ മാറ്റി വെച്ച് ഉമർ തങ്ങൾ മുതലുള്ള ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈമാൻ എടുത്ത് ഒരു തുലാസിന്റെ തട്ടിൽ വെച്ച ഈമാൻ അബൂബക്കറിന്റെയും മറുതട്ടിൽ വെച്ച അബൂബക്കറിന്റെ ഈമാനിനാണ് ഭാരമെന്ന് പഠിപ്പിച്ചതാരാ? അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് തമാശക്ക് പോലും കടന്നു വന്നിട്ടില്ലാത്ത മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിന്റെ പാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരകളിൽ നിഴല് പോലെ സഞ്ചരിച്ച അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞതെന്താണ്? കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഫ്ആലി കസീറുൻ സാദു താഅതി ഖലീൽ. അല്ലാഹുവേ എന്റെ അവസ്ഥ എന്താണ്? നാളെ പരലോകത്ത് ചെല്ലുമ്പോ എന്റെ അവസ്ഥ എന്താകും പടച്ചവനെ? എന്റെ അവസ്ഥ എന്താകും പടച്ചവനെ? കാരണം ലൈസ ലീ ഖൈറുൽ അമൽ, എന്റെ അക്കൗണ്ടിൽ ഒരു നന്മയുമില്ല, എന്റെ ഏതിൽ ഒരു നന്മയുമില്ല, എന്റെ കർമ്മ പുസ്തകത്തിൽ ഒരു നന്മയുമില്ല. സൂഉ അഫ്ആലി കസീറുൻ, എന്റെ തെമ്മാടിത്തരം കൂടിപ്പോയി അല്ലാഹ്, എന്റെ തെമ്മാടിത്തരം കൂടിപ്പോയി അല്ലാഹ്. സാദു താഅതി ഖലീൽ.
ഭൂമിയിൽ നിനക്ക് സുജൂദ് ചെയ്തത് കുറവാണ് റബ്ബേ. നാളെ പരലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചത് അബൂബക്കർ തങ്ങൾ പരലോകത്ത് ചെന്നിട്ടല്ല, ഈ ലോകത്ത് വെച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ വിലാപം പരലോകത്ത് വെച്ച് നടക്കുന്നത്. അല്ലാഹുവേ, ഞാൻ നിസ്കരിച്ചിരുന്നെങ്കിലും നാണ്, ഞാൻ നോമ്പ് പിടിച്ചിരുന്നെങ്കിലും നാണ്, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിലും നാണ്, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിലും നാണ്, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നെങ്കിലും നാണ്, ഞാൻ ളുഹ നിസ്കരിച്ചിരുന്നെങ്കിലും നാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് താന്തോന്നിയായി ജീവിച്ചു പോയ ചെറുപ്പക്കാരാ, പറയുന്നവനെ, പറയിപ്പിച്ചവനെ, കേൾക്കുന്നവനെ, നാളെ പരലോകത്തെ ഒന്നാമത്തെ വിലാപത്തിന് ഏതൊരു ഫലമില്ല പൊന്നുമോനെ, ഫലമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ സന്ദർഭം, അത് വിശാലമായി പറഞ്ഞാൽ ബാക്കി നാലെണ്ണം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അധ്യായം അടക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോളെ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ. 2 മണിക്കൂർ ഒരുമിച്ച് കൂടി ഞാൻ ഇങ്ങനെ ഒരു ബഹളമൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ കുറച്ച് പൈസയൊക്കെ പിരിച്ചു കൊടുത്ത് സന്തോഷമായ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോയി. അതിനുശേഷം എന്ത് കിട്ടാനാ? എനിക്കെന്ത് നേട്ടം? നിങ്ങൾക്ക് എന്ത് നേട്ടം? സംഘാടകർക്ക് എന്ത് നേട്ടം? ഒന്നുമില്ല. പക്ഷെ അമൽ ചെയ്താലോ അൽഹംദുലില്ലാഹ്, എനിക്ക് നേട്ടമുണ്ട്, നിങ്ങൾക്ക് നേട്ടമുണ്ട്, സംഘടിപ്പിച്ചവർക്ക് നേട്ടമുണ്ട്. എന്തിനേറെ, ഈ പരിപാടിക്ക് വേണ്ടി ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും നല്ലത് പറഞ്ഞവര്, നന്മ പ്രവർത്തിച്ചവര്, അവർക്കൊക്കെയും അതിന്റെ പ്രതിഫലമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിലാപം പരലോകത്തിൽ മറക്കരുത്. നിങ്ങൾ ഉണർന്നിരിക്കണം ഇൻഷാ അല്ലാഹ്. ഈ മനോഹരമായ ഈ തോട്ടുമുഖത്തെ ഈ ധന്യമായ വേദി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു മാറ്റത്തിന്റെ മാറ്റൊലിയാകണം, ഒരു പരിവർത്തനത്തിന്റെ പടഹധ്വനിയാകണം, ഒരു വലിയ മാറ്റത്തിന് കാരണമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വരാൻ പോകുന്ന മഹാനുഭാവൻ പാനിപ്പറ ഉസ്താദല്ലേ? അല്ലാഹുവേ, മഹാനുഭാവൻ അല്ലാഹു തആല കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചെടുത്തു, ഹറാമുകളെ കാണുന്നില്ല. അല്ലാഹു ദുആക്ക് ഇജാബത്ത് കൊടുത്ത, ചോദിക്കുമ്പോഴൊക്കെ അല്ലാഹു കൊടുത്ത ഒരുപാട് ചരിത്രത്തിന്റെ താരം പറയാനുള്ള ഒരു വലിയ മഹാൻ. അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല, എപ്പോഴാ എനിക്ക് ഈ വിഷയം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി തൃശൂർ ജില്ലയിലെ അഴീക്കോട് ജെട്ടിയിൽ ഞാൻ പ്രസംഗിക്കുന്നതിന് തലേ ദിവസത്തെ പ്രഭാഷകന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നിട്ട് സുധീർ എന്ന പേരുള്ള 24 വയസ്സുള്ള ഒരു സഹോദരൻ, ആ 34 വയസ്സുള്ള സഹോദരൻ, അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, നാളെ ഞാൻ 2000 രൂപ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 2000 രൂപ നാളെ ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞ സുധീർ എന്ന പേരുള്ള 34 വയസ്സുള്ള സഹോദരൻ വാള് കഴിഞ്ഞ് വീട്ടിൽ പോയി. ആ സഹോദരൻ നാളത്തെ പ്രസംഗത്തിന് 2000 രൂപ ഞാൻ കൊണ്ട് തരുമെന്ന് 25 പെൺകുട്ടികളെ കെട്ടിക്കുന്ന മനോഹരമായ സംരംഭത്തിന് 2000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ആ സഹോദരൻ ഉറങ്ങാനല്ല പോയത്, മറിച്ച് ആ സഹോദരൻ തന്റെ വള്ളവും എടുത്ത് വലയും എടുത്തിട്ട് മീൻ പിടിക്കാൻ പോയി കടലില്. ആ സഹോദരൻ പോയി കടലിൽ പോയി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അയാളെ പെട്ടെന്ന് കൂടെ ഉള്ളവർ വള്ളത്തിനകത്ത് കിടത്തി. ആ സഹോദരൻ പറഞ്ഞു, നാളെ ഞാൻ ഏറ്റിരിക്കുന്ന 2000 നിങ്ങൾ കൊടുക്കണേ, അത് നിങ്ങൾ യാതൊരു വീഴ്ചയും അതിൽ വരുത്തരുതേ എന്ന് പറഞ്ഞ് 34 വയസ്സുള്ള സുധീർ എന്ന സഹോദരൻ നേരം വെളുത്തപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. പിറ്റേ ദിവസം 2000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ആ വഴല് പ്രതീക്ഷിച്ചിരുന്ന സുധീർ എന്ന സഹോദരൻ, ആ വഴല് ഞാൻ പറയുമ്പോഴും മണ്ണിനടിയിലാണ്. നമുക്ക് പറയാൻ പറ്റുമോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന്, കേട്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ പ്രസംഗം കഴിഞ്ഞ് നാളെ നല്ലതുപോലെ ജീവിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ പറയുമ്പോ തന്നെ നീയത്തെടുത്തോളി, അള്ളാഹുവേ എന്നെ നന്നാക്കി താ, നമ്മളെ നന്നാക്കട്ടെ അള്ളാഹു, അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങൾ, ഇത്രയൊക്കെ നാള് സന്തോഷത്തോടെ സുഖിച്ച് സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിച്ചല്ലോ, ഇനി നമുക്ക് അള്ളാഹു വേണ്ടി കൊടുക്കാം. അവൻ നമുക്ക് എത്ര അനുഗ്രഹം ചെയ്തവനാ. അതൊക്കെ പറഞ്ഞ ആ ഭാഗത്തേക്ക് പോയാൽ നമ്മുടെ വിഷയം മാറിപ്പോകും. അതുകൊണ്ട് പരലോകത്ത് ചെന്നിട്ടല്ല ഞാനും നിങ്ങളും വിലപിക്കേണ്ടത്, ഇവിടെ വെച്ച് വിലപിച്ചിട്ട് പോകണം. ഒന്ന്. രണ്ടാമതെപ്പോഴ ഞാനും നിങ്ങൾ ചിന്തിക്കുന്നു, അല്ലാഹുവേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത തീരുമാനം വരുന്നു. എന്താണെന്നറിയോ? ശ്രദ്ധിക്കണം, ഇത് വളരെ തർത്തീബായിട്ട് ഞാൻ പറയാം മനസ്സിലാകാൻ വേണ്ടി. രണ്ടാമത്തെ തീരുമാനം വന്നു. എന്ത് തീരുമാനമാണ്? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബ തന്നെ പറഞ്ഞു, യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ
ഓരോരുത്തരും അവൻ എന്ത് ചെയ്തു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഒന്നും ചെയ്തില്ല റബ്ബേ. പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയപ്പോൾ ഞാൻ മുണ്ട് മടക്കി കൊടുത്തു മദ്യപിച്ചുകൊണ്ട് ഞാനും നടന്നു പോയി. അല്ലാഹുവേ പടച്ചവനെ, എന്റെ പെങ്ങന്മാരോട് പറയുകയാ, ഈ അടുത്ത സമയത്ത് ഒളിച്ചോട്ടപ്പിന്റെ ഒരു കഥ കേട്ടു. ഒരു പെണ്ണൊളിച്ചോടി, ഏറെ പെണ്ണാണ്, കഷ്ടപ്പെട്ട് വാപ്പ അധ്വാനിച്ച് മുണ്ടിറക്കി കൊടുത്തുകൊണ്ട് ഉറക്കമുളച്ചുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട പൊന്നുമോളെ വളർത്തിക്കൊണ്ടുവന്നു. ആ പൊന്നുമോക്ക് തണ്ടിയും തടിയും വന്നപ്പോ, ആ പൊന്നുമോക്ക് ചോരയും നീരും വന്നപ്പോ, ആ പൊന്നുമോള് നല്ല സുന്ദരിയായപ്പോ വാപ്പ കണ്ടെത്തി കൊടുക്കുന്ന പുതുമാരനെ സ്വീകരിച്ച് വാപ്പാന്റെ പൊന്നുമോളായി കഴിയേണ്ട മോളല്ലേ. ആ പൊന്നുമോള് സ്വന്തമായ ഒരു തരം തെരഞ്ഞെടുത്തു. ആ മനുഷ്യൻ റൗഡിയാണ്, ആ മനുഷ്യന് പക്കാ ക്രിമിനലാണ്. വാപ്പ പറഞ്ഞു, മോളെ നിനക്കത് യോജിച്ചതല്ല. ഇല്ല, അവന് ക്രിമിനലാണെന്ന് എനിക്കറിയാം, അവന് പക്കാ ഫ്രോഡാണെന്ന് എനിക്കറിയാം, അവന് കേടിയാണെന്ന് എനിക്കറിയാം, അവൻ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവനാണെന്ന് എനിക്കറിയാം, അവൻ ബ്ലാക്ക് ലിസ്റ്റിൽ പേരുള്ളവനാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അവൻ മതി, എനിക്ക് അവനില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം അവൻ വന്നു, പെണ്ണിറങ്ങി ഓടി. വണ്ടിക്കകത്ത് കയറിയപ്പോൾ വാപ്പ വന്ന് വണ്ടിയുടെ മുമ്പിൽ നിൽക്കുകയാ. ഇല്ല, ഞാൻ വിടൂല പൊന്നുമോളെ, പോകല്ലേ. ആ സമയത്ത് വണ്ടിക്കകത്തിരുന്ന പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? വാപ്പയോടല്ല പറയുന്നത്, ഇന്നലെ കണ്ട കാമുകനോട് പറയുന്നത് എന്തെന്നറിയുമോ? ഇന്നലെ കണ്ട കാമുകനോട് ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? വാപ്പ മാറാതെ വണ്ടിയുടെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ആ പെണ്ണ് കാമുകനോട് പറയുന്ന, കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ, വാപ്പാടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ എന്ന് കാമുകനോട് പറയാൻ മാത്രം ഇന്നത്തെ എന്റെ സമുദായത്തില് പാവപ്പെട്ട പെൺകുട്ടികൾ പിഴച്ചുപോയെന്നറിയുമ്പോൾ എന്റെ പാവപ്പെട്ട പെൺകുട്ടികൾ വാഴുന്ന കുറവൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ സമയം തന്നെ പത്തോളം വാഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർക്ക് കുറവില്ല, ശ്രോതാക്കൾക്ക് കുറവില്ല, സംഘാടകർക്ക് കുറവില്ല. പിന്നെ എവിടെയാണ് കുറവ്? പറയുന്നവന് ദീനില്ല, പറയിപ്പിക്കുന്നവന് ദീനില്ല, കേൾക്കുന്നവന് ദീനില്ല. എന്താ വാളുകൊണ്ട് നേട്ടവന്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുത്തൂടെ? ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തോട്ടുമുക്കത്തെ പള്ളിയുടെ തിരുമുമ്പില്, നമ്മുടെ നാനാഭാഗങ്ങളിൽ ഇന്നലെ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന പാവപ്പെട്ട മക്കളല്ലേ കിടന്നിറങ്ങുന്നത് ഖബറിന്റെ ഉള്ളറകളില്. നാളെ ഞാനും നിങ്ങളും ചെന്ന് കിടക്കാനുള്ളതല്ലേ. അടുത്ത വർഷം ഇവിടെ വാള പറയുമ്പോ ആ സമയത്ത് ഞാനും നിങ്ങളും ഈ കസേരയിൽ വന്നിരുന്നു എല്ലാവരും വാള പറയുന്ന ആളിലേക്ക് നോക്കിയിരിക്കുമ്പോ നാളെ ഈ പള്ളിക്കാട്ടിൽ പോയി കിടക്കാനുള്ളതല്ലേ. ഞാനും നിങ്ങളും അവിടെ ചെരിഞ്ഞു കിടക്കുമ്പോൾ, പടിഞ്ഞാറ് നെഞ്ചും മുഖവും ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ പിൻഗാമികൾ വന്ന് വാഴ കേട്ടിട്ടിറങ്ങി പോകൂലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊന്ന് മാറാ അല്ലാഹു നമ്മളെ മാറ്റട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരോടോ പറയുകയാണ്, ജീവിതത്തിൽ ഒന്നുമില്ലാതെ വന്നുപോയ മനുഷ്യ, ആ സമയത്താണ് അല്ലാഹു കാളകളെയും പശുവിനെയും പോത്തിനെയും എരുമയെയും ആടിനെയും കോഴിയെയും കൊരങ്ങിനെയും കുതിരയെയും ഒട്ടകത്തെയും കഴുതയെയും സിംഹത്തെയും പുലിയെയും കടുവയെയും ആനയെയും എല്ലാം അല്ലാഹു പരലോകത്തേക്ക് വിളിച്ചു കൊണ്ടുവരികയാ. മൃഗങ്ങളെ മുഴുവനും അല്ലാഹു അവന്റെ കോടതിയിൽ കൊണ്ടുവന്നു. കുത്തിയ ഏതെങ്കിലും ഒരു കുത്തിയ പശുവുണ്ടെങ്കിൽ, ഒരു കാള മറ്റൊരു കാളയെ കുത്തിയിട്ടുണ്ടെങ്കിൽ, കുത്തുകൊണ്ട കാളയെ കൊണ്ട് കുത്തിയ കാളയെ തിരിച്ചു കുത്തിപ്പിക്കുന്ന റബ്ബിന്റെ ഖിസാസ് വരികയാ. ഒരു കുതിര മറ്റൊരു കുതിരയെ കുത്തിയിട്ടുണ്ടെങ്കിൽ, കുത്തുകൊണ്ട കുതിരയെ കൊണ്ട് കുത്തിയ കുതിരയെ തിരിച്ചു കുത്തിപ്പിക്കുന്ന റബ്ബിന്റെ മഹ്ശറ. ആ മഹ്ശറയിൽ അങ്ങനെ ഖിസാസ് അങ്ങ് നടക്കുമ്പോ അല്ലാഹു മൃഗങ്ങളോട് പറയുന്നതെന്തെന്നറിയോ? പക്ഷിപ്രവാദികളോട് പറയുന്നതെന്തെന്നറിയോ? ഇഴജന്തുക്കളോട് പറയുന്നതെന്തെന്നറിയോ? ഓനോ തുറാബാ, ആനേ മണ്ണായിപ്പോ, പുലിയെ മണ്ണായിപ്പോ, കടുവയെ മണ്ണായിപ്പോ. അല്ല പറയുന്നു മണ്ണായി പോകാൻ പറയുമ്പോ ഇവിടെ നിൽക്കുകയാണ് ഞാനും നിങ്ങളും മാറി നിൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നിസ്കാരത്തിന്റെ കണക്കില്ല, നോമ്പിന്റെ ഏടില്ല, ഹജ്ജിന്റെ ഏറൊന്നുമില്ല, ഒന്നും ഞങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിലില്ലാതെ നിൽക്കുമ്പോ മൃഗങ്ങളോട് അല്ല പറയുന്നു മണ്ണായി പൊക്കോ. ആ സമയത്ത് രണ്ടാമത്തെ വിലാപം വരികയാണ്. ഞാനും നിങ്ങളും രണ്ടാമത് വിലപിക്കുകയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? സൂറത്തുൻ നബ പറയുകയാ. സൂറത്തു അമ്മ ജുസുയിലെ അമ്മ എന്ന് തുടങ്ങുന്ന സൂറത്ത് പറയുകയാണ്, യാ ലൈതനി കുന്തു തുറാബാ. അല്ലാഹുവേ, ഞാനും മണ്ണാ
പോയിരുന്നെങ്കിൽ നിസ്കാരമില്ലാത്ത ഉമ്മ നാളെ പറയും ഉമ്മ, നിസ്കാരമില്ലാത്ത പിതാവേ നാളെ പറയൂ, നിസ്കാരമില്ലാത്ത ചെറുപ്പക്കാരാ നാളെ പറയൂ, പാവപ്പെട്ടവൻ അവഗണിച്ചവനെ പറയൂ, നോമ്പ് പിടിക്കാത്തവനെ പറയൂ, അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവനെ പറയൂ. അള്ളാഹുവേ, ഞാനും കാളയെ പോലെ, കുതിരയെ പോലെ, കഴുതയെ പോലെ, ഒട്ടകത്തെ പോലെ, ആടിനെ പോലെ, പശുവിനെ പോലെ മണ്ണായിരുന്നെങ്കിലെന്ന്. ആ സമയത്ത് മണ്ണ് പറയുന്നത് എന്തെന്നറിയോ? ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ പെങ്ങളെ. അല്ലാഹുവേ, ഞാൻ മണ്ണായിരുന്നെങ്കിലെന്ന് പറയുമ്പോ മണ്ണ് പറയുന്നത് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, മണ്ണ് വിളിച്ചു പറയുമില്ല, ലാ കറാമത ലക മിൻ ജഅലിക മിസ്ലി. എടോ, എന്നെ പോലെ ആകാൻ നിനക്ക് യോഗ്യതയില്ലടോ, എന്നെ പോലെയാകാൻ നിനക്ക് ഒരു യോഗ്യതയുമില്ല എന്ന് മണ്ണ് വിളിച്ചു പറയുകയാണ്. മണ്ണ് പോലെ ആകാൻ യോഗ്യതയില്ലാത്തവരാണോ നമ്മള്? സഹോദരങ്ങളെ, ഗൗരവത്തോടെ എടുക്കണേ, ഗൗരവത്തോടെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ. മണ്ണെങ്കിലും ആയിരുന്നെങ്കിലും കൊതിച്ചു പോകുമ്പോ മണ്ണ് നമ്മളോട് പറയുന്നു, ഇല്ല, ലാ കറാമത ലക മിൻ ജഅലിക മിസ്ലി. എടോ, നീ എന്നെ പോലെ ആകാനും നിനക്ക് യോഗ്യതയില്ലടോ. അല്ലാഹുവേ, മണ്ണ് പോലെ ആകാനും ചെതൽപുറ്റായി പോകാനും യോഗ്യതയില്ലാത്ത ഇരുകാലുകളായി നമ്മൾ മാറണോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് രണ്ടാമത്തെ വിലാപമെങ്കിൽ. നാളെ പാരമ്പരിക ലോകത്ത് ചെന്നും മണ്ണായിരുന്നെങ്കിലെന്ന് കൊതിക്കലല്ല, ഈ ലോകത്ത് തന്നെ കൊതിച്ചോ. അതുകൊണ്ടല്ല സിദ്ദീഖ് തങ്ങളെ പോലെ പറയാറുള്ളത്, അബൂബക്കർ തങ്ങൾ എപ്പോഴും പറയാറുള്ളത്, യാ ലൈതനീ കുന്തു തുറാബാ. അത് പരലോകത്ത് വെച്ച് പറഞ്ഞതല്ല, ദുനിയാവിലെ വെച്ചാണ്. പച്ചയായ മനുഷ്യനായിരിക്കവേ, പച്ചമണ്ണിന്റെ പുറത്തുകൂടി നടന്നു പോകവേ, അബൂബക്കർ തങ്ങൾ പറയും, കല്ല് കാണുമ്പോ പറയും, യാ ലൈതനീ കുന്തു ഹജറാ. ഞാൻ ഈ കല്ലായിരുന്നെങ്കിൽ. വൃക്ഷങ്ങൾ കാണുമ്പോൾ പറയും, യാ ലൈതനീ കുന്തു ഷജറാ. ഞാൻ ഈ വൃക്ഷമായിരുന്നെങ്കിൽ, ഞാൻ ഈ പ്ലാവായിരുന്നെങ്കിൽ, ഞാൻ ഈ മാവായിരുന്നെങ്കിൽ, ഞാൻ ഈ തെങ്ങായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി അബൂബക്കർ തങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പക്ഷികളെ കാണുമ്പോ പറയൂ, പക്ഷി ഞാനും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അവസാനം പറഞ്ഞ് സിദ്ദീഖിന്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? യാ ലൈതനീ ലം തലിദിനി ഉമ്മീ. അല്ലാഹുവേ, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാത്ത ഒരു മലടിയായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. ഒരിക്കലും ഒരു പെണ്ണ് ഞാൻ പ്രസവിക്കാത്തവളായിരുന്നെങ്കിൽ എന്ന് കൊതിക്കൂല. പക്ഷേ ഒരു മകൻ കൊതിക്കും. ഏത് മകനാണ് കൊതിച്ചത്? അബൂബക്കർ തങ്ങളാണ് കൊതിച്ചത്. ഇത്രയും വലിയ സൗഭാഗ്യശാലിയാകട്ടെ പോലും നാളെ പരലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തുകൊണ്ട് അബൂബക്കർ തങ്ങൾ പറയുകയാണ്, പടച്ചോനെ, ഞാൻ എന്റെ ഉമ്മക്ക് പറക്കാതിരുന്നെങ്കിൽ, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ ഇത്രയും വലിയ പേടി വരാ കാരണം എന്താ? മുത്തുനബിയുടെ ചുണ്ടിൽ നിന്ന് പുറത്തു വരുന്ന പരലോകത്തിന്റെ ഭീകരതയെ പറ്റി കേട്ടപ്പോൾ, പരലോകത്തിന്റെ ബീഭത്സതയെ പറ്റി കേട്ടപ്പോ, പരലോകത്തിന്റെ കഠോരതയെ പറ്റി കേട്ടപ്പോ, പരലോകത്തിന്റെ കാഠിന്യതയെ പറ്റി കേട്ടപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങളെ ഉറക്കം വന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത, ഹറാമ് കാണുന്ന, കേൾക്കുന്ന, പറയുന്ന, ചിന്തിക്കുന്ന, തിന്നുന്ന, നടക്കുന്ന, പിടിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇതുവരെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾക്കും, എനിക്കും നിങ്ങൾക്കും തോന്നും അതെപ്പോഴാണ്? പരലോകത്ത് ചെല്ലുമ്പോഴാണ്. ആ വിലാപം വിഫലമാണ്, സഫലമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനം നമ്മൾ ആഗ്രഹിക്കും, അല്ലാഹുവേ, മണ്ണായി പോയിരുന്നെങ്കിൽ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് 3 സൈസായിട്ടാണ്. എന്താണെന്നറിയോ? മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ്. കാരണം മണ്ണിനാണല്ലോ മനുഷ്യനെ പടച്ചത്. ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരിക്കും. അവിടെ പോയിട്ട് ആലോചിക്കണം. രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞത്, ഖബറിൽ കൊണ്ടുവച്ചല്ലോ, അവൻ മണ്ണോടല്ലേ ചേരുന്നത്. അല്ലാഹുവേ, ഞാൻ അവിടെ തന്നെ കിടന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. മൂന്നാമത് മൃഗങ്ങളെ, പക്ഷികളെ, ഇഴജന്തുക്കളെ, മനുഷ്യരല്ലാത്ത മറ്റു പടപ്പുകളെ അല്ലാഹു തആല മണ്ണായി കൊള്ളാൻ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ മനുഷ്യനും ആലോചിക്കും, പടച്ചവനെ ആഗ്രഹിക്കും, വിലപിക്കും, ഞാനും ആ മണ്ണായിരുന്നെങ്കിൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ ഒരു വിലാപം. മൂന്നാമത്തത് പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശദീകരിക്കേണ്ട വിഷയമാണ്. എന്താണെന്നറിയോ? നമ്മുടെ മക്കൾ പിഴച്ചു പോയെന്ന് പറയുമല്ലോ. എങ്ങനെ പിഴച്ചു പോകുന്നത്? എങ്ങനെയാണ് പിഴച്ചു പോകുന്നത്? നമ്മുടെ മക്കൾ പറയാറുണ്ട്, ആദ്യം നല്ല അനുസരണ ഉണ്ടായിരുന്നു സാറേ, ആദ്യം നല്ല അദബായിരുന്നു, ആദ്യം നല്ല മര്യാദയായിരുന്നു, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല. എത്രയോ വാപ്പമാരാണ് മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ പോയി. കാരണം എന്താ? അവനെ കാണുന്ന തന്നെ വാപ്പാക്ക് പേടിയാണ്. വാപ്പമാര് മക്കളെ പേടിക്കുന്ന കാലമല്ലേ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും മക്കള് വാപ്പമാര് മക്കള് കാരണം വിഷമിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ മക്കളുടെ തർബിയത്തിന്റെയോ അദബിന്റെയോ മര്യാദയുടെയോ കുറവ് കൊണ്ടല്ല, മറിച്ച് ആ മക്കളുടെ കൂട്ടുകെട്ടെന്ന് പരിശോധിച്ച ആ മക്കളുടെ കൂട്ടുകെട്ടെന്ന് പരിശോധിക്കണം. ഈ അടുത്ത സമയത്ത് 3 പെൺകുട്ടികൾ, +1 പഠിക്കുന്ന 3 പെൺകുട്ടികൾ, ആ 3 പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം കാണാനില്ല. എന്ത് ലോകമാണ് എന്റെ സഹോദരങ്ങളെ, എന്ത് ലോകമാണ്! ആ 3 പെൺകുട്ടികളെ കാണാതെ വന്നപ്പോൾ പെട്ടെന്ന് ബന്ധുക്കള്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടില്ല, സ്കൂളിൽ നിന്ന് ഉടനെ വീട്ടിലേക്ക് വിളിച്ചു. ഇങ്ങനെ 3 കുട്ടികളുണ്ട്, ആ കുട്ടികൾ അവർ 3 പേരുടെ വീട്ടിൽ വിളിച്ചു വന്നോന്ന് ചോദിച്ചു. വീട്ടുകാരെ പറഞ്ഞു വന്നിട്ടില്ല. അവൻ പറഞ്ഞു ഇവിടെ കാണാനില്ല. അങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു 3 പെൺകുട്ടികൾ യൂണിഫോം ധരിച്ചുകൊണ്ട് ഇതുവഴി പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭാഗത്തേക്ക് അവര് ശ്രദ്ധിക്കാൻ തുടങ്ങി, അവിടെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഒരാളൊഴിഞ്ഞ വീട്ടിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു വീടിനകത്ത് 3 പെൺകുട്ടികളും ഇരിക്കുകയാണ്. ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ മാതാപിതാക്കൾ ഉപദ്രവിക്കുമെന്ന് ഭയന്നിട്ട് സ്കൂളിൽ നിന്ന് ഇവിടെ വന്നതാണെന്ന് പറഞ്ഞു. അവസാനം ചോദ്യം ചെയ്തപ്പോഴാണ് അറിഞ്ഞത്, അതിൽ ഒരുത്തി, അവൾക്കൊരു കാമുകനുണ്ട്. ആ കാമുകനെ കാണാൻ വേണ്ടിയിട്ട് കാമുകൻ വിളിച്ചപ്പോൾ കൂട്ടുകാരിക്ക് തോഴിമാരായി 2 സഹോദരിമാര് കൂടെ വന്നതാണ്. പിന്നീട് അറിയാൻ കഴിഞ്ഞത്, ഈ കാമുകി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വയറുവേദനയുണ്ട്, ആ പെണ്ണ് ഗർഭിണിയാണോ എന്ന് സംശയമാണ്. ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, +1 പഠിക്കുന്ന കുട്ടികളാണ്. കാലം പോയ പോക്ക് നിങ്ങൾ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ? 1000 കണ്ണുകൊണ്ട് നമ്മുടെ മക്കളെ നോക്കിയില്ലെങ്കിൽ അള്ളാഹു സത്യം നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമനകൾ പിഴച്ചു. ഒരു കാര്യമാണ് ഈ കാലം, അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഒരാള് പിഴച്ചു പോകുന്നത് അവന്റെ കൂട്ടുകെട്ടിലൂടെയാണെങ്കിൽ മൂന്നാമത്തെ വിലാപം അതാണ്. മൂന്നാമത്തെ വിലാപം അവിടെയാണ് വിശദീകരിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹ് പറയുകയാണ്, വയൗമ യഅല്ലൽ ളാലിമു അലാ യദൈഹി. നാളെ പരലോകത്ത് എല്ലാവരും വിരൽ കടിക്കുന്നവരാണ്. അബദ്ധം പിണഞ്ഞപ്പോഴാണ് വിരൽ കടിക്കുന്നത്, അബദ്ധം സംഭവിക്കുമ്പോഴാണ് വിരൽ കടിക്കുന്നത്. അല്ലാഹ് പറയുന്നു, യൗമ യഅല്ലൽ ളാലിമു അലാ യദൈഹി. നാളെ പരലോകത്ത് വിരൽ കടിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വിരൽ കടിക്കുന്നവര് പറയുന്നവരെന്തെന്നറിയോ? യഖൂലു യാ ലൈതനി തഖദതു മഅ റസൂലി സബീലാ. അല്ലാഹുവേ, ഞാൻ പൊന്നാര നബി തങ്ങളുടെ പാത തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പാത ഞാൻ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. ഇന്നവന്റെ കൂടെ ഞാൻ കൂടാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ ചെറുപ്പക്കാരാ, കോളേജിൽ പഠിക്കുന്ന പെങ്ങളെ, ഈ മൂന്നാമത്തെ വിഷയം നിങ്ങൾ അണ്ടർലൈൻ കൊടുത്ത് ചിന്തിക്കണേ പെങ്ങളെ, അടിവരയിട്ടുകൊണ്ട് ചിന്തിക്കണേ. നിങ്ങൾ പ്രത്യേകം നിങ്ങളെ മനസ്സിൽ കുറിച്ചിടണേ. നാളെ പരലോകത്തെ ഞാൻ നിങ്ങളെ വിലപിക്കുന്നതാണ്. മക്കള് കുടിക്കുന്ന മക്കളായി മാറി. മക്കള് കുടിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരൻ മദ്യപിക്കുന്ന കാലമാണ് സഹോദരങ്ങളെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരന്റെ അവന്റെ വീടിന്റെ സ്വകാര്യ റൂമിൽ നിന്ന് എത്രയോ സിറിഞ്ചാണ് എടുത്തതെന്നറിയുമോ? ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടു പോകുന്ന മക്കള്, കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്ന മക്കള്. സഹോദരങ്ങളെ, കാലം ഇങ്ങനെ പിഴച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടുകാരുടെ പിഴവ് മൂലമാണ്. ഏതെങ്കിലും തലതിരിഞ്ഞ ഒരുത്തനോട്
കൂട്ടുകൂടി കഴിഞ്ഞാലോ പിന്നെ അവന്റെ ജീവിതമാകെ കുട്ടിച്ചോറാവുകയാണ്. ഈ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ എന്ത് പറയുമെന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന 25-30 വയസ്സുള്ള ചെറുപ്പക്കാരനോട് പറയുകയാണ്, നീ ഇന്നേ വരെ പുകവലിക്കാത്തവനാ, ഇന്നേ വരെ നീ പുകവലിക്കാത്തവനാണ്, നീ ഹാൻസ് വെക്കാത്തവനാണ്, നീ അങ്ങനെയുള്ള പാൻപരാഗിന് അടിമപ്പെടാത്തവനാണ്. പെട്ടെന്ന് നിനക്കൊരു കൂട്ടുകാരൻ വന്ന് സുബ്ഹാനല്ലാഹ്, ആ കൂട്ടുകാരൻ മദ്യപിക്കുന്നവനായിരുന്നു. ആ മദ്യപിക്കുന്ന കൂട്ടുകാരനോടൊപ്പം നീ എന്നും പോയിരിക്കാറുണ്ട്. പക്ഷെ നീ മദ്യപിക്കില്ല. നീ ഒരുപാട് പ്രസംഗം കേട്ടവനാണ്, നീ മദ്യപിക്കൂല. പിന്നെ ആയപ്പോൾ അവൻ മദ്യം വാങ്ങുന്ന സ്ഥലത്ത് നീ ചെന്നിരിക്കുമ്പോ അവന് മദ്യപിക്കുന്ന സമയത്ത് ചെന്നിരുന്ന് നീ അവന്റെ അച്ചാറിൽ തൊട്ട് നക്കാറുണ്ടായിരുന്നു. ആ അച്ചാറ് തൊട്ട് നീയും ആസ്വദിക്കാറുണ്ടായിരുന്നു. പിന്നെ ആയപ്പോ നീ അറിയാതെ അതിലേക്ക് അങ്ങ് ആകൃഷ്ടനായി, അതിലേക്ക് നീ അറിയാതെ വഴുതി വീണുപോയി. ആ സമയത്തോ നീ മദ്യപിക്കുന്നവനായി. എന്റെ ചെറുപ്പക്കാരാ, നീ നാളെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവിനോട് പറയുന്നതെന്തെന്നറിയോ? യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, ഞാൻ ഇന്നയാളിനോട് കൂടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, ഞാൻ ഇന്ന കൂട്ടുകാരനോടൊപ്പം കൂടാതിരുന്നെങ്കിൽ ഞാൻ എത്രയോ നന്നായിരുന്നെന്ന് ചിന്തിച്ചു പോകുന്നത് അപ്പോഴാണ്. ചെറുപ്പക്കാരാ, സഹോദരാ, എന്റെ പെങ്ങളെ ഒന്ന് ചിന്തിക്കണേ മോളെ. നിനക്ക് നാളെ നിന്റെ കൂട്ടുകാര് കാരണത്താൽ പരലോകത്ത് നിനക്ക് മോശം വന്ന ഈ ആയത്തിറങ്ങാൻ കാരണമുണ്ട്. ഏത് കാരണമെന്നറിയുമോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആളുകൾ എല്ലാവരും സൽക്കാര പ്രിയരാണ്. സദ്യ ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ഉഖബത്ത് ബിൻ മുഈത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരി, അവന് മുശ്രിക്കാണ്, അവന് ഖുറൈശിയാണ്. ഉഖബത്ത് ബിൻ മുഈത്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. ശബ്ദയോടെ ഈ കഥയൊന്ന് കേൾക്കണേ. ഉഖബത്ത് ബിൻ മുഈത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലുമാ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചെന്നിരുന്നപ്പോ എല്ലാവരുടെ മുമ്പിലും ഇല വിളമ്പി. ആ സമയത്ത് എല്ലാവരുടെ മുമ്പിലും ഇലയിട്ടപ്പോ എല്ലാവരുടെ മുമ്പിലും ഭക്ഷണത്തിന്റെ പാത്രം കൊണ്ടുവച്ചപ്പോ മഹാനായ പ്രവാചക പ്രഭുവിന്റെ മുമ്പിലും ആ പാത്രം കൊണ്ടുവെക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ട് മുത്തുനബി കഴിക്കുന്നില്ല. ഉഖബത്ത് ബിൻ മുഈത്തിന്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പറ്റ് പോലും അല്ലാഹുവിന്റെ റസൂല് കഴിച്ചില്ല. ഒരു റൊട്ടി പോലും കഴിച്ചില്ല, ഒരു ഈത്തപ്പഴ പോലും കഴിച്ചില്ല. ആ സമയത്ത് ഉഖബത്ത് ബിൻ മുഈത്ത് വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, കഴിക്കാത്തതെന്താ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? വല്ലാഹി ഞാൻ കഴിക്കൂല ഉഖബ ഹത്താ തഖൂല, നീ പറഞ്ഞാ ഞാൻ കഴിക്കാ. എന്താണ് പറയേണ്ടത് മുഹമ്മദേ? കഴിക്കുന്നല്ല. പിന്നെയോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നീ കലിമ പറഞ്ഞാ ഞാൻ ഈ ഭക്ഷണം കഴിക്കാ. കലിമ പറഞ്ഞില്ലേ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഉഖബത്ത് ബിൻ മുഈത്ത് പെട്ടെന്ന് പറഞ്ഞതെന്തെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉഖബത്ത് ബിൻ മുഈത്ത് കലിമ ചൊല്ലുകയാ. അല്ലാഹുവിന്റെ റസൂൽ കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയപ്പോ ഈ ഉഖബത്ത് ബിൻ മുഈത്തിന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരൻ അപ്പോഴവിടെ ഇല്ല. ആരാണെന്നറിയുമോ? ഉബയ്യ് ഇബ്നു ഖലഫാണ്. ഉബയ്യ് ഇബ്നു ഖലഫ് ദൂരെ യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. യാത്ര കഴിഞ്ഞിട്ട് മക്കയുടെ അതിർത്തി എത്തിയപ്പോ ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉബയ്യ് ഇബ്നു ഖലഫേ, നീ അറിഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരൻ പിഴച്ചുപോയി. നിന്റെ കൂട്ടുകാരൻ ഇന്നലെ വരെ ഞങ്ങൾ ആരാധിച്ചു വന്ന ദേവീ ദേവന്മാരെ തള്ളി പറയുന്ന, പൂർവിക പിതാക്കന്മാരെ ആരാധിച്ചു പോന്ന ദൈവത്തിനെ തള്ളി പറഞ്ഞ പുതിയ പ്രത്യയശാസ്ത്രം കൊണ്ടുവന്ന മുഹമ്മദിനെ കൊണ്ട് ഉഖബ വിശ്വസിച്ചിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ വെച്ച് കലിമ ചൊല്ലിയിരിക്കുകയാണ്. ഉബയ്യ് ഇബ്നു ഖലഫിന്റെ തള്ളവിരൽ മുതൽ
തലമുടി വരെ ഇങ്ങനെ പെരുപ്പ് തുടങ്ങിയെന്നാണ്. ഉബയ്യ ഇബ്നു ഖലഫ് ഓടുകയാണ്, ഉഖബയുടെ വീട്ടിൽ ചെന്നു. ഉബയ്യ ഇബ്നു ഖലഫിനെ കണ്ട പോലെ ഓടി വരികയാ. ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോ കണ്ടിട്ടില്ലേ, അറബികളെ തമ്മിൽ കണ്ടാല് കെട്ടിപ്പിടിച്ചു മുആനക ചെയ്യുന്നവരാ. അവര് പരസ്പരം അവിടെ കവിള് ചേർത്ത് വെക്കുന്നവരാ, അവരുടെ നെഞ്ചുകളെ തമ്മിൽ ചേർത്ത് വെക്കുന്നവരാ. ഉബയ്യ ഇബ്നു ഖലഫ് വന്നപ്പോൾ ഉഖബത്ത് ഇബ്നു മുഈത്ത് ഓടി ചെല്ലുകയാ. ആ സമയത്ത് ഉബയ്യ ഇബ്നു ഖലഫ് പറഞ്ഞു, മാറി നിക്കടാ അങ്ങോട്ട്, ഇനി എന്റെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് അവകാശമില്ല, എന്നോടൊരു വാക്ക് പോലും നീ മിണ്ടരുത്. ഇനി ഞാനും നീയുമായൊരു ബന്ധമില്ല, ഞാനും നീ കച്ചവടങ്ങളിലെ പാർട്ണർമാരാണ്. ആ കച്ചവടം ഇതാ അസ്ഥിരപ്പെടുത്തുകയാണ്. ഇനി ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് ഞാൻ തരില്ല, നീ നിന്നിൽ നിന്ന് വാങ്ങി കുടിക്കുകയുമില്ല. ഉഖബത്ത് ഇബ്നു മുഈത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, എന്തു പറ്റി? കൈഫൽ ഹാൽ യാ ഉബയ്യ, ഉബയ്യേ എന്തു പറ്റി, എന്തായി പറയുന്നത്? ആ സമയത്ത് ഉഖബത്ത് ഇബ്നു മുഈത്തിനോട് ഉബയ്യ ഇബ്നു ഖലഫ് ചോദിക്കുകയാണ്, നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചല്ലേ, നീ മുഹമ്മദിനോടൊപ്പം കലിമ പറഞ്ഞല്ലേ? ആ സമയത്ത് എന്താണ് ഉഖബ പറഞ്ഞതെന്നറിയോ? ഇല്ല ഉബയ്യേ, ഞാൻ മുസ്ലിം ആവുകയോ എന്താ നീ പറയുന്നത്? ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കില്ല ഉബയ്യേ. എന്റെ വീട്ടിൽ ഒരാൾ വന്ന് ഭക്ഷണം വിളമ്പിയിട്ട് കഴിക്കാതെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ വീട്ടുമുറ്റത്ത് വന്ന് ഇലയിട്ട് ഭക്ഷണം വിളമ്പിയിട്ട് കഴിക്കാതെ പോകുന്നത് എനിക്ക് വല്ലാത്ത അരോചകമാണ്, തറവാടിന് മാനക്കേടാണ്, എന്റെ മാനത്തിന് ഹാനി വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞെന്നേ ഉള്ളൂ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല ഉബയ്യ ഇബ്നു ഖലഫ്, ഞാൻ അങ്ങനെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞപ്പോ ഉബയ്യ ഇബ്നു ഖലഫിനോട് സഹോദരങ്ങൾ ഉബയ്യ ഇബ്നു ഖലഫ് ഉഖബത്ത് ഇബ്നു മുഈത്തിനോട് പറഞ്ഞതെന്തെന്നറിയോ? ഉഖബത്ത് ഇബ്നു മുഈത്തെ, നീ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം, പറ്റുമോ? ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. ഉഖബത്ത് ഇബ്നു മുഈത്ത് പറഞ്ഞു, നീ പറയുന്നത് എന്തും ചെയ്യാം, നീ പറയുന്നത് എന്തും ചെയ്യാം. ആ സമയത്ത് ഉബയ്യ ഇബ്നു ഖലഫ് പറഞ്ഞതെന്തെന്നറിയോ? നീ എല്ലാവരെയും ഒന്നുകൂടി വിളിക്കുക, സദ്യ കഴിച്ചവരെ നീ വിളിക്കുക, അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരുടെ മുമ്പിൽ വെച്ചാണോ കലിമ പറഞ്ഞത്, ആ ആളുകളെ മുഴുവനും ഉഖബത്ത് ഇബ്നു മുഈത്ത് വീട്ടിൽ വിളിച്ചു വരുത്തുകയാ. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ. എന്നിട്ട് ഉബയ്യ ഇബ്നു ഖലഫ് ഉഖബത്ത് ഇബ്നു മുഈത്തിനോട് പറയുകയാണ്, ഇനി നീ ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? ഞാൻ നീയുമായുള്ള ബന്ധം നിലനിൽക്കണമെങ്കിൽ, ഞാൻ നീയുമായുള്ള സൗഹാർദ്ദം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നീ മുഹമ്മദിന്റെ മുഖത്ത് ഈ ആളുകൾ കാണുന്ന അവസ്ഥയിൽ മുഹമ്മദിന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പുമോ? നിനക്കതിന് ധൈര്യമുണ്ടോ? ഉഖബത്ത് ഇബ്നു മുഈത്ത് പറഞ്ഞതെന്തെന്നറിയോ? ഉബയ്യ ഇബ്നു ഖലഫേ, നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും, എനിക്ക് നീ നഷ്ടപ്പെടാൻ പാടില്ല ഉബയ്യേ. ഉഖബത്ത് ഇബ്നു മുഈത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മുഖത്തേക്ക് തുപ്പുകയാ. ഇവിടെ കേൾക്കണേ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. ഇല്ല, ഉഖബത്ത് ഇബ്നു മുഈത്ത് എന്ന വൃത്തികെട്ടവന്റെ തുപ്പുനീര് റിസാലത്തിന്റെ കവിൾത്തടത്തിൽ പതിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൂമുഖത്ത് പതിക്കുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാറ് തുപ്പിയ ഉഖബ, ആ തുപ്പൽ അല്ലാഹു നേരെ തിരിക്കുകയാണ്, ആ തുപ്പുനീര് അല്ലാഹു നേരെ തിരിക്കുകയാണ്. അത് ഉഖബത്ത് ഇബ്നു മുഈത്തിന്റെ കവിളിൽ ചെന്ന് വീഴുകയാണ്. തുപ്പിയവന്റെ മുഖത്ത് തന്നെ തുപ്പുനീര് മറിഞ്ഞു വന്നു. സഹോദരങ്ങളെ, ആ ഭാഗം അത്രയും അങ്ങ് പൊള്ളിപ്പോയെന്നാണ്. തീ പിടിച്ചതുപോലെ, തീക്കട്ട വീണതുപോലെ ആ ഉഖബത്ത് ഇബ്നു മുഈത്തിന്റെ കവിൾത്തടം വെന്തുപോയി. സുബ്ഹാനല്ലാഹ്. ചരിത്രം രേഖപ്പെടുത്തുന്ന ഉഖബത്ത് ഇബ്നു മുഈത്ത് ചാകുന്നത് വരെ, ബദറിലെ ചത്തുപോകുന്നത് വരെ ഉഖബത്ത് ഇബ്നു മുഈത്തിന്റെ കവിൾത്തടത്തിൽ ആ വെന്ത ഭാഗം കണ്ടിരുന്നു. എങ്ങനെ വെന്തതാണ്? ചൂട് കൊണ്ടതല്ല, തീ പിടിച്ചതല്ല, പിന്നെയോ സ്വന്തം തുപ്പുനീര് മുസ്തഫായ നബി തങ്ങളുടെ റിസാലത്തിന്റെ പൂമുഖത്ത് തുപ്പിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂമുഖത്ത് വൃത്തികെട്ടവന്റെ തുപ്പുനീര് വരില്ലല്ലോ. നബി തങ്ങളുടെ തുപ്പുനീര് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വരാതെ ഉഖബയുടെ തുപ്പുനീരിനെ അല്ലാഹ്
അള്ളാഹു തിരിച്ചതാണ്. അവന്റെ കവിൾത്തടപ്പിൽ തന്നെ വന്ന് പതിച്ചു. അവന്റെ കവിൾത്തടം വെന്തുപോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഈ ഉഖബത്ത് ബിൻ മുഈത്ത് നാളെ പരലോകത്ത് വരുമെന്നാണ്. അള്ളാന്റെ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഉഖബത്ത് ബിൻ മുഈത്ത് പറയുന്നതാണ്. അള്ളാന്റെ കത്തിയാളുന്ന നരകം മുമ്പിൽ വരുമ്പോ സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ മുഈത്ത് പറയുന്നതാണ്, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലോ. അന്ന് ഞാൻ മുത്തുനബിയുടെ പാത സ്വീകരിച്ചിരുന്നെങ്കിൽ, എന്റെ വൃത്തികെട്ട ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന കൂട്ടുകാരനില്ലാതിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടനല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഉഖബത്ത് ബിൻ മുഈത്തിന്റെ പിന്തലമുറക്കാരായി നമ്മൾ മാറണ്ട. അതുകൊണ്ട് കള്ളു കുടിപ്പിച്ചത് ചെറുപ്പക്കാരാ നിന്റെ കൂട്ടുകാരനാണ്. മറ്റുള്ള കാമുകനെ നിനക്ക് തയ്യാറാക്കി തന്നത് കാമുകി, ഒരു കാമുകനെ തയ്യാറാക്കി കൊടുത്ത കൂട്ടുകാരിയാണ്. ഇന്ന് കോളേജുകളിൽ അങ്ങനാണ് നടക്കുന്നത്. ഒരു പെണ്ണിനൊരു ലൈനുണ്ടായി പോയാ, ഒരു പെണ്ണിനൊരു പ്രണയം വന്നു പോയാ, ആ പ്രണയത്തെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരികൾക്ക് തന്റെ കാമുകന്റെ കൂട്ടുകാരെ വില പറഞ്ഞ് പേശുന്ന ഒരു സ്വഭാവം ഇന്ന് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു പെണ്ണിന് തന്റെ കൂട്ടുകാരി സമ്മാനിച്ചു കൊടുത്ത പ്രണയമാണ് വഴിവിട്ട ജീവിതത്തിലേക്കും വ്യഭിചാരത്തിലേക്കും പോയി വന്ന നാളെ പരലോകത്ത് മോളെ നീ അറിയാതെ പറഞ്ഞു പോകും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, ഞാൻ അവളോട് കൂടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഇതവിടെ പോയിട്ട് വിലപിച്ചാൽ പറ്റൂല. ദുനിയാവിൽ വെച്ച് തീരുമാനിച്ച് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് നല്ല കൂട്ടുകാരും മതി. ആരോടാ കൂടേണ്ടത്? ചിന്തിക്കും. ആരെയാണ് ഞാൻ നിങ്ങളോട് പറയാം. വാഴ കേട്ടിട്ട് മാറ്റം വേണമെന്ന് ആഗ്രഹമുള്ളവര്, മാറണമെന്ന് നല്ല മനസ്സുള്ളവര് ദാ ഈ പറയുന്ന പോയിന്റ് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അല്ലാത്തവരൊക്കെ പുറത്തടിച്ചു. ഒരു വിഷമവും വേണ്ട. നമുക്ക് ആഖിറാണ് വലുത്. നമുക്ക് ആഖിറാണ് വലുത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, കൂട്ടുകാര് 3 സൈസാണ്. ചായ കുടിക്കുമ്പോ റബ്ബർ ബാൻഡ് വാഴായ നിങ്ങൾ കേൾക്കൂല. ചായയും ചിലപ്പോ കിട്ടൂല, ചിലപ്പോ കൈപൊള്ളി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂട്ടുകാര് 3 സൈസാണ്. 1 ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ്, 2 മരുന്നിന്റെ സ്ഥാനത്താണ്, 3 രോഗത്തിന്റെ സ്ഥാനത്താണ്. ഭക്ഷണത്തിന്റെ സ്ഥാനത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റൂല. അതുപോലെ നമുക്ക് കൂട്ടുകാരില്ലാതെ ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ കൂട്ടുകാരുണ്ട്. ഷാനവാസ് റഷാദി എന്റെ അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ. അള്ളാഹു മരണം വരെയും സ്വർഗം വരെയും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ അങ്ങനെ ആക്കട്ടെ അല്ലാഹു. അങ്ങനത്തെ ഒരു കൂട്ടുകാർ നമുക്ക് വേണം. ഭക്ഷണത്തിന്റെ സ്ഥാനം അതില്ലാതെ നമുക്ക് പറ്റൂല. രണ്ടാമതുണ്ട് ഏതാ? മരുന്നിന്റെ സ്ഥാനം. മരുന്ന് എപ്പോഴും കുടിക്കുവാരെങ്കിലും എപ്പോഴും ഗുളിക കഴിക്കൂലല്ലോ. രോഗം വരുമ്പോ ഗുളിക കഴിക്കും, രോഗം തീരുമ്പോ ഗുളിക നിർത്തും എന്നതുപോലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചില കൂട്ടുകാർ. അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സീസൺ കൂർ എന്ന് പറയും. സീസൺ കൂർ. ചിലർ പറയുമല്ലോ, ആവശ്യത്തിന് മാത്രം വിളിച്ചാൽ മതിയടാ, അത്രേ ഉള്ളൂ നിന്നെ കൊണ്ട് നേട്ടം, അത് മതി. ആവശ്യത്തിന് ഉപയോഗിക്കുക, പിണങ്ങരുത്. ആവശ്യത്തിന് കൈകാര്യം ചെയ്യുക, ബാക്കി മാറ്റുക. ഇനി ഒരു സൈസ് കൂട്ടുകാരനുണ്ട്. ആരെന്നറിയോ? രോഗത്തിന്റെ സ്ഥാനമാണ്. പടച്ച തമ്പുരാനെ, നമുക്ക് ആ കൂട്ട് വേണ്ട, നമുക്ക് ആ കൂട്ട് വേണ്ട. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. നമുക്ക് ഏത് കൂട്ടുകാരനെയാണ് വേണ്ടത്? ഇവിടെ വെച്ച് തീരുമാനം എടുക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ നോട്ടുമാറ്റവും നോട്ട് പ്രതിസന്ധിയും ഒക്കെയാണ്. അള്ളാഹു നമുക്ക് ആ ചിന്തയൊന്നും വേണ്ട. നമുക്കെന്ത് നോട്ട് പിൻവലിച്ചാൽ എന്ത്, നമുക്ക് തന്നാൽ എന്ത്, നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ കൊള്ളക്കാരല്ല, നമ്മൾ അഴിമതിക്കാരല്ല, നമ്മൾ കൈക്കൂലി വാങ്ങുന്നവരല്ല, നമുക്ക് കോടികളില്ല, നമുക്ക് ഒന്നുമില്ല, നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അരയില് കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടിയുള്ളൂ. നമുക്കെന്തില്ല? ഒരിക്കലും അങ്ങനെ ഒരു കനം നമ്മളെ മടിശീലയിലില്ല. അതുകൊണ്ട് നമ്മൾ വഴിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് അന്നന്ന് കഴിയാൻ. കാരണം നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ തന്നാൽ പെരുകൂല. കാരണം എന്താ? 1 ലക്ഷം തന്നാൽ 2500 രൂപ പാവപ്പെട്ടവന്റെതാ, അത് കൊടുക്കണം. 10 ലക്ഷം തന്നാൽ 25,000 രൂപ പാവപ്പെട്ടവന്റെതാ. 1 കോടി തന്നാൽ 1 കോടി തന്നാൽ 2.5 ലക്ഷം രൂപ പാവപ്പെട്ടവന്റെതാണ്.
അവിടെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, നമുക്ക് ഒരു പേടിയും വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിച്ചോളി, ഏത് കൂട്ടുകാരനാണ് നമുക്ക് വേണ്ടത്, ഏത് കൂട്ടുകാരികളാ വേണ്ടത്? ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇന്ന് ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട സംസ്കാരമാണിത്. കുറെ ജൂലായുസം കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. ആവർത്തിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾ ഗൗരവത്തോടു കൂടി കേൾക്കണം. മുസ്ലിം സ്പെയിൻ ഉണ്ടായിരുന്നു, സ്പെയിൻ ഇസ്ലാമിക നാഗരികതയായിരുന്നു. ആ സ്പെയിനിൽ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന പള്ളികൾ ഇന്നത്തെ സ്റ്റാർ ബാർ ഹോട്ടലുകളാണ്. ക്രൈസ്തവ ലോബികൾ പിടിച്ചെടുത്തതോടുകൂടി ഇസ്ലാമിന്റെ നാഗരികത, പരിശുദ്ധമായ സ്പെയിന്, ആ സ്പെയിന് ഇന്ന് എത്രയോ ഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടത് സ്പെയിനിൽ നിന്നാണ്. ആ സ്പെയിൻ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾ ഇന്നത്തെ ബാർ ഹോട്ടലുകളാണ്. നിങ്ങൾക്കറിയോ, അവിടത്തെ അറബി കോളേജുകൾ, മദ്രസകൾ ഇന്നത്തെ മ്യൂസിയമാണ്. നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. ചരിത്രം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും, ചരിത്രം എഴുതുന്നവരും, ചരിത്രം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവരും, ചരിത്ര പ്രഭാഷകന്മാരും, പൊതുപ്രവർത്തകരും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ആ സ്പെയിനിൽ അന്നത്തെ അറബി കോളേജുകൾ ഇന്നത്തെ മ്യൂസിയം ആണെങ്കിൽ ഇന്നും അവിടെ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ സിഹാഹ് സിത്തകൾ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? ജൂതന്മാര്. ആരാ പഠിക്കുന്നത്? ജൂതന്മാര്. നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണെന്നറിയോ? എന്തിനാണ്? ഇസ്ലാമിനോടുള്ള കൂറ് കൊണ്ടാണോ? ദീനിനോടുള്ള പൂതി കൊണ്ടാണോ? ഒന്നുമല്ല, മറിച്ച് നമ്മെ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്ന് ഹദീസുകൾ റിസർച്ച് ചെയ്ത് ഗവേഷണ നിരീക്ഷണ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് ബുഖാരിയും മുസ്ലിമും ഒക്കെ ഇങ്ങനെ പരിധി നോക്കിയപ്പോഴാണ് ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കൂല. നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും നമ്മളെ കൊണ്ട്? ഒരാൾ വന്നിട്ട് വേണം നിന്ന് മൂത്രമൊഴിക്കടാന്ന് പറഞ്ഞാൽ പോളാതിന്റെ ജോലി അവൻ അറിയാതെ മൂത്രമൊഴിച്ചു പോകും. നമ്മുടെ അടുത്ത് നിന്ന് മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ, കാരണം നമ്മൾ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തലമുറക്കാരാ. അതും ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ്. ശാസ്ത്രപത് കണ്ടെത്തി ഒരു മനുഷ്യന്റെ കുടല് ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അകത്തുള്ളത് മുഴുവനും പുറത്തു പോകുന്നതിന് നല്ല എളുപ്പമുണ്ടാകുമെന്ന് ശരീഅത്ത് പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും. പക്ഷേ നമ്മളെ കൊണ്ട് നിന്ന് മൂത്രം ഒഴിപ്പിച്ചു ജൂതന്മാര്. എങ്ങനെ? മുസ്ലിമിനോട് വന്നിട്ട് നിന്ന് മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജൂതന്റെ സൃഷ്ടി ഇറങ്ങി നല്ല ഇറുകിയ പാന്റ്, ഗൗരവത്തോടെ തന്നെ ഇറുകിയ പാന്റ് ഇറക്കി കൊടുത്തു. അപ്പൊ അവൻ ഇരിക്കാൻ പറ്റൂല. കമ്മിറ്റി ഉടനെ വിളിച്ചു. എന്താ പ്രശ്നം? കമ്മിറ്റി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് പള്ളിയിൽ വെച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിനകത്ത് അവന്റെ പള്ളിയുടെ പൈസ കൊണ്ട് ജൂതന്റെ മനസ്സിന്റെ മോഹം പോലെ നിന്ന് പെടുക്കാനുള്ള കർമ്മൂസുകൾ വന്നില്ലേ? ആരാ തന്നത്? അറിയാതെ ജൂദായിസം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ പിഴച്ചുകൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് മാത്രമാണോ? ഗൾഫിൽ നിന്ന് ഭർത്താവ് കൊണ്ടുവന്ന സുന്ദരമായ മുസല്ല, പരിശുദ്ധമായ മുസല്ല അങ്ങോട്ട് വിരിച്ചിട്ട് കൈകെട്ടിയാൽ ഉസ്താദേ ഞാൻ പരിശുദ്ധമായ ഹറമിലാണോ തോന്നിപ്പോകുന്ന ചില പെങ്ങന്മാര് പറയുന്നത്. ഇതാര് നിനക്ക് തന്നതാ മോളെ? ജൂതനാണ്. 5 നേരം തിരിനിസ്കരിക്കുന്ന കഅബയെ നീ ബഹുമാനിക്കുകയല്ലേ? ചവിട്ടി നിക്കടി, നീ ചവിട്ടി തന്നെ നിക്കത്. മിമ്പറിൽ വിരിച്ചു കൊടുത്തിട്ട് ഇമാമിനോട് പറഞ്ഞ് കേറി ഇരിക്കടാ അതിനകത്ത്. പരിശുദ്ധമായ റൗള ശരീഫിലും പരിശുദ്ധമായ കഅബാലയത്തിൽ കേറി അവന്റെ പൃഷ്ഠഭാഗം കൊണ്ട് ഇരുന്നില്ലേ? ഇരുത്തിപ്പിച്ചില്ലേ? നമ്മളെ കൊണ്ട് ഇരുത്തില്ലേ പ്രിയപ്പെട്ടവരെ? ജൂതന്മാര് നമ്മളെ കൊണ്ട് ദാടി പഠിപ്പിച്ചില്ലേ? ഇപ്പോ രാജ്യത്തിന്റെ കേന്ദ്ര വ്യോമസേനയിൽ മുസ്ലിം സൈന്യമുണ്ടെങ്കിൽ, മുസ്ലിം ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവരെ ദാടി വെച്ചൂടാ. സിഖ് മത വിശ്വാസിക്ക് ദാടി വെക്കാം. എന്താ അതിന് ന്യായം വന്നത്? സുപ്രീം കോടതിയിൽ വിധി വന്നു, ഒരിക്കലും മുസ്ലിം ആണെങ്കിൽ ദാടി വെച്ചൂടാ. എന്താ അതിന് ന്യായം പറഞ്ഞത്? നിങ്ങളുടെ മതത്തിൽ ദാടി പഠിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, നിങ്ങളുടെ മതത്തിൽ ദാടി നിർബന്ധമില്ല. ഇതാര് പഠിപ്പിച്ചു? ഇതാര് പറഞ്ഞു? നമ്മൾ കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നബിതങ്ങൾ ഒരൊട്ടകപ്പുറത്ത് പോകുമ്പോ ഒരു ഈത്തപ്പനയുടെ ശിഖരം ചാഞ്ഞു കടന്നപ്പോ നബിതങ്ങൾ ഇങ്ങനെ ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് കുനിഞ്ഞിട്ടാണ് അത് വഴി പോയത്, തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ആ ഈത്തപ്പന മുറിച്ചു. പക്ഷെ അതുവഴി പോകുന്ന സഹാബത്ത് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ
എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ റസൂൽ ഇവിടെ എത്തിയപ്പോ ചരിഞ്ഞിട്ടില്ല, ഞാനും ചരിയ. അതന്ന് വൃക്ഷം നിന്നിട്ടല്ലേ, ശിഖരം കിടന്നിട്ടല്ലേ, തല തട്ടാതിരിക്കാനല്ലേ? ആയിക്കോട്ടെ, പക്ഷെ എന്റെ പ്രവാചകൻ അവിടെ എത്തിയപ്പോ ചെയ്ത് എനിക്ക് ചെയ്യണമെന്ന മനസ്സിന്റെ ആഗ്രഹമാണ്. മുആദ് ഇബ്നു ജബൽ മരിക്കാൻ കിടന്ന് 3 മാസം മുമ്പ് ഭാര്യ പ്ലേഗ് രോഗം പിടിപെട്ട് മരിച്ചു. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണത്തിന്റെ വേദന മനസ്സിൽ നിന്ന് വിട്ടുമാറും മുമ്പ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്ലേഗ് രോഗം പിടിപെട്ട് മരണപ്പെടാൻ സക്കറാത്തിന്റെ ഹാലിലാണ്. ആ സമയത്താണ് ആളുകൾ ഒരുമിച്ച് കൂടി കലിമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്തോ ചുണ്ടനക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്ലേഗ് രോഗം പിടിപെട്ട് കിടക്കുക. ആളുകൾ വന്നിട്ട് കാത് കൂർപ്പിച്ചിട്ട് ചോദിച്ചു, എന്താ മുആദേ? എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എനിക്കൊരു കല്യാണം കഴിച്ചു തരുമോ? നമ്മളെ നാട്ടിൽ സക്കറാത്തിന്റെ ആള് കിടക്കുന്ന പ്രായം തന്നെ ഉപ്പാപ്പ പെണ്ടാട്ടിയൊക്കെ ഒരുപാട് ആളുകൾക്ക് മരിച്ചുപോയി, അല്ലെങ്കിൽ തൊട്ട് മരിച്ചു. പാപ്പ മരിക്കാൻ കിടക്കുകയാണ്, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ചെറുപ്പക്കാരൻ കിടക്കുന്നു. സക്കറാത്തിന്റെ ഹാലാണ്. എല്ലാവരെയൊക്കെ അറിയിച്ചു, ടാർപ്പാളി കെട്ടി, ടാർപ്പൊക്കെ കെട്ടി എല്ലാം അറിയിച്ചു. റാഹത്താണ്, ഇപ്പൊ തന്നെ മരിക്കും. സമൂഹം വിലയിരുത്തി. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു പെണ്ണ് കിട്ടിയാ കൊള്ളാം. നമ്മളെന്താ അവനെ വിളിക്കുക? ഞരമ്പ് രോഗിന്നല്ലേ വിളിക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്കൊരു കല്യാണം കഴിച്ചു തരുമോ? അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ മുആദേ നിങ്ങൾ ഈ പറയുന്നത്? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസ്ബാ. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ വിഭാര്യനായി ചെല്ലുന്നതിനെ എനിക്ക് വെറുപ്പാണ്. എന്റെ റസൂലിന്റെ ചര്യയാണ് കല്യാണം കഴിക്കല്. എനിക്കിപ്പോ ഭാര്യയില്ലല്ലോ. അപ്പൊ ഭാര്യയില്ലാത്ത ഒരുത്തനായി എന്റെ അള്ളാനെ കണ്ടുമുട്ടാൻ എന്റെ റസൂലിന്റെ ഒരു സുന്നത്തില്ലാതെ ഞാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വെറുപ്പാണ്, പേടിയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ എഴുന്നേക്കൂലല്ലോ. എനിക്ക് ശാരീരിക ബന്ധത്തിലല്ല താല്പര്യം. എനിക്കൊന്ന് നിക്കാഹ് കഴിച്ച് എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മരണക്കിടക്കയിലും സുന്നത്ത് മുറുകെ പിടിക്കാനുള്ള വ്യഗ്രത. ആ സുന്നത്തല്ലേ ഞാനും നിങ്ങളെ കൊണ്ട് കാറ്റിൽ പറത്തിയത്? സമാധാനം പറയേണ്ടി വരും. ആര് നമ്മളെ ചെയ്യിപ്പിച്ചു? കൂട്ടുകാരന്മാർ പിഴച്ചവന്മാരല്ലേ? പിഴച്ച കൂട്ടുകാരല്ലേ നമ്മളെ ചെയ്യിപ്പിച്ചത്? പള്ളിയിൽ ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുന്ന കൂട്ടുകാരൻ ഓടി വന്നിട്ട് ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് യൂറോപ്യൻ ക്ലാസ്സിൽ ഇരിക്കും പോലെ ഇരിക്കുന്ന ചില ബൈക്കുകള്. എത്ര വൃത്തികെട്ട കോലമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ അളിയാ കേറ്, ഒരു സുന്ദരമായ കോളത്തിട്ടുണ്ട്. അവനെ വണ്ടിക്കകത്ത് കയറ്റി നേരെ കൊണ്ടുപോവുകയാണ്. ലോഹർ വാസറും മഗ്‌രിബ് ഇശായും കഴിഞ്ഞിട്ട് 4ഉം 8ഉം കാലിൽ വീട്ടിൽ വന്ന് കയറുന്ന മക്കള്. ആരാ കൊണ്ടുപോയത്? എല്ലാം വെച്ച് കെട്ടിയിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരാൻ വേണ്ടി വന്ന പാവപ്പെട്ട സഹോദരനെ പഴപ്പിച്ചതാരാണ്? ശൈത്താനല്ല, നിന്റെ കൂട്ടുകാരനാണ്. ഈ കൂട്ടുകാരന്റെ വാക്ക് നീ കേട്ടുകൊണ്ട് നീ നടന്നു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വന്നിട്ട് നിനക്ക് അടി കിട്ടുമ്പോൾ നീ പറയും, അല്ലാഹ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് റസൂൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. അത് അവിടെ വെച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെച്ച് തീരുമാനിക്കുക. ഇത് പേടിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയേ അയ്യു ജുലസാഇനാ ഖൈറു യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആരെയാണ് കൂട്ടുകൂടേണ്ടത്? ആ സമയത്ത് നബി തങ്ങൾ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുത്തി. ആ കൂട്ടുകാരൻ മതി നമുക്ക്, അല്ലാഹു സത്യം നമുക്ക് ആ കൂട്ടുകാരൻ മതി. അല്ലാത്തവനെയൊക്കെ പേര് വെട്ടി കളഞ്ഞോളി, അല്ലാത്തവരെ പേര് വെട്ടി കളഞ്ഞോളി. ഇന്ന് ഞാൻ പറയുന്നത് വാക്കിന് വില കൽപ്പിക്കാതെ താൻ പോടോ തന്റെ വഴിക്ക്, ഞങ്ങൾക്ക് ആ കൂട്ടുമതി എന്ന് ചിന്തിക്കുന്നവര് നാളെ പരലോകത്ത് വരുമ്പോൾ നമുക്ക് നാളെ കാണാം. എനിക്ക് പഴച്ച കൂട്ടുകാരനുണ്ടെങ്കിൽ നാളെ നിങ്ങൾ എന്നെ ആക്ഷേപിക്കും. ഇയാളല്ലടോ പ്രസംഗിച്ചത് വന്നിട്ട് നല്ല കൂട്ടുകാർ വേണോന്ന്, നീ കാരണം മറ്റോൻ പഴച്ചില്ലേ, അവൻ കാരണം നീ പഴച്ചില്ലേ എന്ന് നിങ്ങൾക്കും ചോദിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് സഹാബത്ത് ചോദിച്ചു, അയ്യു ജുലസാഇനാ ഖൈറു യാ റസൂലല്ലാഹ്, ആരെയാണ് നബിയെ, ആരെയാണ് നബിയെ ഞാൻ കൂട്ടുകൂടേണ്ടത്? ആരോടാണ് നബിയെ ഞാൻ കൂട്ടുകൂടേണ്ടത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറയുകയാണ്, ആരോടാണ് കൂട്ടുകൂടേണ്ടതെന്നറിയോ? മനദക്കറക്കും ബില്ലാഹി റുഹിയതുഹു വസാദ ഫീ ഇൽമികും മന്തിഖുഹു വദക്കറക്കും ബിൽ ആഖിറതി അമലുഹു. ആരുടെ ഭാഷണം, ആരുടെ ദർശനം നിനക്ക് അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നുവോ, ആരുടെ ഭാഷണം നിനക്ക് ഇൽമ വർദ്ധിപ്പിക്കുന്നുവോ, ആരുടെ പ്രവർത്തനം നിന്റെ പരലോകം നിന്നെ ഓർമ്മിപ്പിക്കുന്നുവോ, അവനാണ് നിന്റെ കൂട്ടുകാരനെന്ന് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ ദർശനം നിനക്ക് അല്ലാഹയെ ഓർക്കാൻ പറ്റുമോ, ആരുടെ ഭാഷണം നിനക്ക് ഇൽമ കിട്ടുമോ, ആരുടെ പ്രവർത്തനം നിനക്ക് പരലോകത്തെ ഓർമ്മിപ്പിക്കുമോ, ആ ഒരു കൂട്ടുകാരൻ മതി നിനക്കെന്ന മുഹമ്മദ് മുസ്തഫ. ഒരാളെ കണ്ടു, നിന്റെ കൂട്ടുകാരൻ ആരാകണം? അവനെ നീ കാണുമ്പോൾ പെട്ടെന്ന് നിനക്ക് അല്ലാഹയെ ഓർമ്മ വരും. കാരണം അവന്റെ കയ്യിൽ തസ്ബീഹ് മാലയുണ്ട്, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവന് സുന്നത്തായ നല്ല ദാടി വെച്ചു, മീശ വെട്ടി ഒതുക്കി ഈ പറയുന്ന ഈ എന്താണ് ഈ
അരിപ്പല്ല. ചില മീശ ഇട്ടില്ലേ അരിപ്പ്, മേൽ ചുണ്ട് നല്ലതുപോലെ പുറത്ത് കാണുന്ന രീതിയിലാണ് മീശ വെക്കേണ്ടത്. അങ്ങനെയാണ് മുസ്ലിമിനെ കണ്ട നല്ല വൃത്തി വേണം. ഇതൊരു മുസ്ലിമാണെന്ന് തോന്നണം. അല്ലാതെ ഈ ബ്രഷ് കണക്കുള്ള അരിപ്പ് കണക്കുള്ള മീശയും വെച്ചിട്ട് ജ്യൂസ് എങ്ങാനും കൊടുത്ത് ആകെ അല്പ ചാറ് മാത്രം അകത്ത് പോകും, ബാക്കി കൊത്തൊക്കെ വിളിച്ചാടുക. ഇങ്ങനെയുള്ളതാ മീശയും വെച്ച്. ദാടി എന്ന് പറഞ്ഞാൽ ബൈക്കിൽ പോകുമ്പോ രണ്ട് ഭാഗത്തേക്ക് പോകും, ബാക്കി വരുന്നവന്റെ ടയർ ചുറ്റി അവൻ വീട് ചാവും. അങ്ങനത്തെ ദാടി അതല്ല. ദാടി എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് വെട്ടി വൃത്തിയാക്കി കാണുമ്പോൾ ഒരു മുസ്ലിമാണെന്ന് തോന്നണം. ആ ഒരു രീതിയിൽ നല്ല മനോഹരമായി നല്ല വസ്ത്രം ധരിച്ച് നല്ല വസ്ത്രം ധരിക്കണം. വിനയം വേണമെന്ന് പറഞ്ഞിട്ട് കീറിയ മുൻകൂട്ടി നടക്കാൻ പറ്റുമോ? നിനക്കാഗ്രഹം തോന്നുന്നതാ തിന്നേണ്ടത്, ജനമാഗ്രഹിക്കുമോ വസ്ത്രമാധരിക്കേണ്ടത്. നിനക്ക് വാക്കിരിച്ചുള്ള ഭക്ഷണം നീ കഴിച്ചോ, പക്ഷെ ആളുകൾ നിന്നെ കാണുമ്പോ നല്ല വൃത്തിയുണ്ട് എന്ന് പറയുന്ന വസ്ത്രം നീ ധരിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ ആരെ കാണുമ്പോ നിനക്ക് അല്ലാഹയെ ഓർമ്മ വരും. ഇനി അവൻ മിണ്ടിയാലോ നിനക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. അവൻ എന്ത് സംസാരിച്ചാലും നിനക്ക് ഗുണങ്ങളേ ഉള്ളൂ, നല്ല പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. ആരുടെ പ്രവർത്തനമാണ് നിനക്ക് പരലോകത്തെ ഓർമ്മിപ്പിച്ച് തരിക? അങ്ങനെയുള്ള കൂട്ടുകാരൻ നിനക്ക് മതി. ഇനി ഇതും മനസ്സിലാകാത്ത രീതിയാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നീ അവന്റെ മുമ്പിലാകുമ്പോൾ അള്ളാഹയെ പറ്റി നിന്നോട് പറയും, നീ പോകുമ്പോൾ നിന്നെ പറ്റി അള്ളാഹരോട് പറയും. അങ്ങനത്തെ കൂട്ടുകാരൻ മനസ്സിലായോ? നീ കണ്ടുമുട്ടുമ്പോ അള്ളാഹയെ പറ്റി നിന്നോട് പറയും, നീ പോകുമ്പോ നിന്നെ പറ്റി അള്ളാഹയോട് പറയും. അങ്ങനത്തെ കൂട്ടുകാരൻ. കാണുമ്പോ സംസാരമൊക്കെ ആഖിറത്തെ പറ്റിയാണ്. നീ ഇല്ലാത്തപ്പോഴോ നിന്നെ പറ്റി പരദൂഷണം പറയൂല. നമ്മൾ കാണുമ്പോ നീ സെറ്റപ്പ് അളിയാ, നീ എന്റെ ചങ്കല്ലേ, നീ എന്റെ ബ്രോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില മാറാതിരുന്നാ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊക്കെ വെക്കും. കഴിഞ്ഞാലോ അവിടെ നിന്ന് പോയാലോ, നീ അവിടെ നിന്ന് പോയാലോ എന്റെ അളിയാ അവനെ പോലെ താപ്പാൻ വേറെ ആരാ ഉള്ളത്? അവനെ നിനക്ക് അറിഞ്ഞാത്തോണ്ട ഞാൻ കാണും, പിന്നെ അളിയ എന്നൊക്കെ വിളിക്കുന്നതേ ഉള്ളൂ. അവനെ പോലെ മോശപ്പെട്ടവനില്ല എന്ന് പറയുന്ന കൂട്ടുകാരനെ വേണോ? നിന്നെ കാണുമ്പോൾ അള്ളാഹു നമ്മളെ ഒന്നാക്കിയില്ലേ, അള്ളാഹു ഇതുപോലെ സ്വർഗത്തിലാക്കട്ടെ എന്ന് പറഞ്ഞ് ദീനിന്റെ വിഷയങ്ങൾ പറയുന്ന ഒരാള് നീ അങ്ങോട്ട് മാറിയാലോ, പടച്ചോനെ അവനെ നീ കാത്തോളണേ, അള്ളാഹുവേ അവന്റെ ആപത്തും വരുത്തൽ എന്ന് പറയുന്ന കൂട്ടുകാരൻ നമുക്ക് വേണം. കൂടെ നടന്നിട്ട് കാട് കടിക്കുന്ന കൂട്ടുകാര് വേണോ പെങ്ങളെ? നമുക്ക് വേണ്ട, അത് ഒരിക്കലും നമുക്ക് വേണ്ട. നമ്മൾ ഒരാളെ പറ്റി അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല, അവനോട് ചോദിക്കണ്ട. ഇപ്പൊ ഞാൻ ഷാനവാസ് റഷാദിയും നല്ല ആത്മസുഹൃത്തുക്കളാണെങ്കിൽ, ഞാനും അദ്ദേഹവും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നവരാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ പറ്റി അറിയണമെങ്കിൽ എന്നോട് ചോദിക്കേണ്ട. നിങ്ങൾക്ക് ഷാനവാസ് റഷാദിയെ നോക്കിയാൽ ഞാൻ ആരാണെന്ന് തിരിയും. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുകും മൻ യുഖാലിലു. നിങ്ങൾക്ക് ഒരാൾ അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരനോട് ചോദിച്ചാ മറിയുന്ന, അവന്റെ കൂട്ടുകാരൻ എങ്ങനാണോ അതാണ് അവന്റെ ദീനിന്റെ ശൈലി എന്ന് പഠിപ്പിച്ചതാരാ? അനിൽ മർഇ ലാ തസ്അൽ വസല്ലൽ ഖരീനി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി ഖതദി. عن المرء لا تسأل وسلم قريني وكل قرين بالمقارين يقتدي. ഒരാളെ പറ്റി അറിയാൻ അവനോട് ചോദിക്കണ്ട, നിനക്കവനെ അറിയണോ? അവന്റെ കൂട്ടുകാരന്റെ നടത്തം മനസ്സിലാക്കിക്കോ, അവനെ നിനക്ക് കിട്ടും. ഒരു കൂട്ടുകാരന്റെ ചലനം എങ്ങനെയാണ്, നിന്റെ കൂട്ടുകാരനും അങ്ങനെ തന്നെ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ മഹാനായ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോ കൊല്ലം എത്തുന്നതിന് മുമ്പ്, കരുനാഗപ്പള്ളി എത്തുന്നതിന് മുമ്പ്, ഓച്ചറ കഴിഞ്ഞ പുതിയകാവ് കഴിയുമ്പോൾ വലതുഭാഗത്തൊരു പള്ളി ഉണ്ടല്ലോ, മനോഹരമായ പള്ളിയാണ്, താജ്മഹലിന്റെ മോഡലിലുള്ള പള്ളിയാണ്, കരുനാഗപ്പള്ളി പള്ളിയാണ്. ആ കരുനാഗപ്പള്ളി പള്ളിയുടെ മുമ്പില്, ആ കരുനാഗപ്പള്ളി പള്ളിയുടെ അകത്ത് 10 ശിഷ്യന്മാരും മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ തിരുമുന്നിൽ നമ്മൾ ആ മഖബറയിലോട്ട് കയറുമ്പോൾ വലതുഭാഗത്ത് ഒരു വലിയ പണ്ഡിതനെ കിടന്നുറങ്ങുന്നുണ്ട്. ആരെന്നറിയുമോ? ആദരവായ പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ട മഹാ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മധീരനായിരുന്ന പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഏറ്റവും
ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരെന്നറിയുമോ? സഹോദരങ്ങളെ, തന്റെ ഭാര്യയോട് സഹവസിക്കുന്നതിനേക്കാ, തന്റെ സന്താനങ്ങളോട് സഹവസിക്കുന്നതിനേക്കാ 40 കൊല്ലത്തോളം കൂട്ടുകൂടിയത് ആരോടെന്നറിയോ? മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദിനോടാണ്. സഹോദരങ്ങളെ, തഴവ ഉസ്താദിനോടാണ് കൂട്ടുകൂടിയത്. തഴവ ഉസ്താദിനെ ഈ കേരളത്തിലെ മുഴുവൻ സംഘടനക്കാരും അംഗീകരിക്കുന്ന, എല്ലാ സംഘടനക്കാരും ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതനാണ് മഹാനായ തഴവ ഉസ്താദെങ്കിൽ നീണ്ട 40 വർഷത്തോളം തഴവ ഉസ്താദ് റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് തമ്മിൽ കൂട്ടായിരുന്നു. അവിടെ ഒരു സ്മരണിക ഞാൻ വായിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു വാർത്ത ഞാൻ വായിച്ചു. സുബ്ഹാനല്ലാഹ്, എന്താണെന്നറിയോ? അല്ലാഹുവേ, റഈസുൽ ഉലമയും അതുപോലെ തഴവ ഉസ്താദും ഒക്കെ ജീവിച്ചു പോയ ആ ഭൂമിയിലൂടെ കാല് വെക്കാൻ യോഗ്യത എനിക്കില്ല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഒരു യോഗ്യതയുമില്ല. സഹോദരങ്ങളെ, എന്റെ ശ്രോതാക്കളായ അനുവാചകരായ നിങ്ങൾക്ക് യോഗ്യത കാണും. പടച്ചവനെ തന്നെയാണ് സത്യം. ഇവിടെ ഓതിയ ഖുർആൻ തന്നെയാണ് സത്യം, എനിക്ക് യോഗ്യതയില്ല. സഹോദരങ്ങളെ, തഴവ ഉസ്താദ് റഈസുൽ ഉലമയും 40 കൊല്ലത്തോളം ഒരുമിച്ച് കൂടിയിട്ട് കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ അവര് തമ്മിൽ അങ്ങ് കൂടിക്കഴിഞ്ഞ കിതാബുകളിലേക്ക് നോക്കുകയാണ്. കിതാബുകളെ പറ്റി സംസാരമാണ്. ഇതിൽ സ്മരണികയിൽ എഴുതിയിരിക്കുന്ന കഥ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. ഈ 40 കൊല്ലത്തിനിടയിൽ തഴവ ഉസ്താദ് ഇന്നേ വരെ റഈസുൽ ഉലമയോട്, റഈസുൽ ഉലമ തിരിച്ച് തഴവ ഉസ്താദിനോട്, നിങ്ങളുടെ മോന് സുഖമാണോ, നിങ്ങളുടെ മോക്ക് സുഖമാണോ, നിങ്ങളുടെ വീട്ടുകാർക്ക് സുഖമാണോ, എന്താ കഴിച്ചത്, എങ്ങനെ ആരോഗ്യം, ഇതിനെപ്പറ്റി ഒരു കാര്യം പോലെ ചർച്ച ചെയ്തിട്ടില്ല. 40 കൊല്ലത്തോളം കൂട്ടുകൂടിയിട്ട് ദുനിയാവിനെ പറ്റി, ദുനിയാവിലുള്ള ആളുകളെ പറ്റി ഒരൊറ്റ കാര്യം പോലും മിണ്ടാത്ത രീതിയിൽ 40 കൊല്ലത്തോളം കിതാബ് നോക്കിയിരുന്ന് പരസ്പരം ഇൽമിന്റെ ബഹറിലേക്ക്, സമുദ്രത്തിന്റെ സാഗരത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി മുക്കിളിയിട്ട് സഞ്ചരിച്ചിരുന്ന എന്റെ മഹാരഥന്മാര്, സഹോദരങ്ങളെ, നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ നമുക്കൊരു കൂട്ടുകാരൻ വേണം. എങ്ങനെയുള്ള കൂട്ടുകാരനാണ്? നമ്മളെ കാണുമ്പോൾ സർവേശ്വരനായ റബ്ബിനെ പറ്റി പറയുന്ന, നമ്മളങ്ങ് മാറുമ്പോ നമ്മളെ പറ്റി അല്ലാഹുവിനോട് പറയുന്ന ഒരു കൂട്ടുകാരൻ നമുക്ക് മതി. അല്ലാത്ത കൂട്ടുകാരൻ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ആരോടാണ് കൂട്ടുകൂടേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നബി തങ്ങളുടെ നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതാരെ പോലെയാണ്? കഹാമിലിൽ മിസ്കീൻ, അപ്പർ കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടോ? വഅൽ നടക്കുമ്പോ, വഅലുകൾ സംഘടിപ്പിക്കുമ്പോ, വെള്ളിയാഴ്ച ജുമയ്ക്കൊക്കെ നിങ്ങൾ പള്ളിയിൽ നിറങ്ങുമ്പോ ഒരു ചെറിയ വണ്ടിയിലെ ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ടിട്ട് അച്ചറ് കച്ചവടം ചെയ്യുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? അവന്റെ അടുക്കൽ ചെന്ന് 1 മിനിറ്റ് നീ ഒന്ന് നിൽക്കുമോ? നബി തങ്ങൾ പറയുന്നു, കുറെ നേരം നീ നിൽക്കുമ്പോ അവൻ എന്ത് ചെയ്യുമെന്നറിയോ? ഈ അപ്പർ കച്ചവടക്കാരൻ പെട്ടെന്ന് തന്നെ അവന്റെ അപ്പറുകൾ ചെറിയ കുപ്പിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിയിലേക്ക് അപ്പറുകൾ ഒഴിച്ചു വിൽക്കാൻ വേണ്ടി വെക്കുമ്പോ അതിൽ നിന്ന് അല്പം അത്ര എടുത്തിട്ട് നിൽക്കുന്ന നിന്റെ പുറപ്പൊന്ന് തേച്ചു തരുന്നതാണ്. കണ്ടിട്ടില്ലേ? ഇനി ചിലപ്പോൾ ലുബ്ധനാണ് കച്ചവടക്കാരനെങ്കിൽ തേച്ചു തരൂല. അങ്ങനെ കുറെ നേരം നീ നോക്കി നിന്നിട്ട് നീ കയ്യിലിരിക്കുന്ന 50 രൂപ എടുത്തു കൊടുത്തിട്ട് ഒരു ചെറിയ കുപ്പി അപ്പർ നീ വാങ്ങൂ. ഇനി നീയും ലുബ്ധനാണ്, വാങ്ങിയില്ല. നീ 5 പൈസ ചെലവാക്കാത്തവനാണ്. അങ്ങനെ വന്നാ നീ അടുത്ത് ചെന്ന് നിൽക്കുമ്പോ ആ വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിയിലേക്ക് ഒഴിക്കുന്ന അപ്പറിന്റെ പരിമളം നിന്റെ മൂക്കിൽ കിട്ടൂലേ? ഇതാണ് നല്ല കൂട്ടുകാരനെന്ന് ഒന്നുകിൽ നീ അവന്റെ കൂടെ നടക്കുമ്പോ ഓട്ടോമാറ്റിക്കായി നീ അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യത. ഒന്നുകിൽ അവൻ നിന്നോട് ചെയ്യും, ചെയ്യടാ, അത് ചെയ്യടാ, ഇവിടെ വാടാ, അങ്ങനെ ചെയ്യടാ എന്നവന് പറയും. അതല്ലെങ്കിലോ അത് അപ്പർ നമുക്ക് സൗജന്യം തരുന്നത് പോലെയാണ്. അല്ലെങ്കിലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമല്ലോ, അതുപോലെ നമ്മൾ അവനെ നോക്കിയിട്ട് പലതും ചെയ്യാൻ തുടങ്ങും. അവൻ നിസ്കരിക്കും പോലെ നിസ്കരിക്കാൻ തുടങ്ങും. അവനെ പോലെ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. അതുമല്ലെങ്കിലോ സഹോദരങ്ങളെ, നമുക്കതിന്റെ പരിമളം കിട്ടുമെന്ന് പറഞ്ഞാൽ അവന് ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും ആളുകൾ നമ്മയും ആ കൂട്ടത്തിൽ ചേർത്ത് വായിക്കും. നമ്മളെ ആ കൂട്ടത്തില് അവൻ പ്രസംഗങ്ങൾ കേൾക്കാൻ പോയിരിക്കാണ്. അവനാണെങ്കിൽ മറ്റൊന്നും കൂടെ കാണും. അതിൽ യവൻ വീട്ടിൽ കിടന്നുറങ്ങാൻ
മറ്റേ സഹോദരനും ഇപ്പൊ ഞാന് ഷാനവാസ് റഷാദി എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനെന്നിരിക്കട്ടെ, അങ്ങനെ തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവൃത്തി നോക്കിയിട്ട് ഞാൻ അനുകരിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പറയും നിനക്ക് ചെയ്യുന്നു പറയും, ഞാൻ ചെയ്യുന്നുണ്ട് നീ ഇവിടെ ചെയ്യുന്നു പറയും. ഇത് രണ്ടും അല്ലെങ്കിലോ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇദ്ദേഹം എവിടെയെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകും. അപ്പോഴാ ആരൊക്കെ ഉണ്ടു, ആര് വന്നു, ഷാനവാസ് മുസ്ലിയാർ വന്നായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും കൂടെ നടക്കുന്നതല്ലേ. അപ്പൊ ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ ചുക്കില്ലാത്ത കാപ്പി ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മറ്റേ കൂടെ കാണും. അപ്പൊ നമ്മളെ പറ്റി മറ്റുള്ളവർ ഇതിലേക്ക് നന്മയിലേക്ക് ചേർത്ത് പറയും. ഇനി മോശപ്പെട്ട കൂട്ടുകാരൻ ആരെ പോലെ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വനാഫിഖുൽ കീർ ഇമ്മായി യുഹരിക തിയാബക വഇമ്മാ തജിദ മിൻഹു റീഹൻ ഖബീസാ. രണ്ടാമത് പറഞ്ഞ മോശപ്പെട്ട കൂട്ടുകാരനെയാണ്. അതെങ്ങനെയാണെന്നറിയുമോ? നീ ഏതെങ്കിലും ഉലയുടെ അടുത്ത് ഉലക്കാരന്റെ അടുത്ത് ചെന്നാൽ, ഇവിടെ എന്ത് പറയുന്നത് എനിക്കറിയില്ല, ഉല എന്ന് പറയില്ലേ ഈ ആല, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇരുമ്പ് പണിക്കാരന്റെ അടുത്ത് ചെന്നിരിക്കുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാ ഇരുമ്പ് വലിക്കാരന്റെ ജോലി? നീ അവിടെ ചെന്ന് നിന്നാൽ ഇരുമ്പുണ്ടാക്കുന്നവന്റെ അടുത്ത് നിന്നിരിക്കാൻ. അപ്പൊ അവൻ ഒരു ചെറിയ ഇരുമ്പിന്റെ ഒരു ചെറിയ കൈയെടുത്ത് ഒരു ഇരുമ്പിന്റെ കട്ട എടുത്തിട്ട് തീയിൽ വെച്ചിട്ട് അവൻ ഇങ്ങനെ കറക്കിയിട്ട്, ഇപ്പൊ അങ്ങനെ കൊണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ തീ ഇങ്ങനെ കത്തിച്ചു വരുമ്പോൾ അത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു തീപ്പൊരി തെറിച്ചിട്ട് നിന്റെ വസ്ത്രം ഉരുകി പോകാൻ സാധ്യതയുണ്ട്. തീപ്പൊരി തെറിച്ചിട്ട് നിന്റെ വസ്ത്രം ഉരുകി പോകാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ ഉരുകിപ്പോയൊന്നുമില്ല, നീ നല്ല സൂക്ഷിച്ച് തന്നെയാണ് നിന്നത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കൂട്ടുകാരനാണെങ്കിൽ നീ വെള്ളം അടിക്കാൻ സാധ്യതയുണ്ട് അവനോടൊപ്പം ചേർന്ന്. ഇല്ല, ഞാൻ മാറി തന്നെ നിന്നത്, കരിയാത്തതുപോലെ മാറി തന്നെ നിന്നത്. എന്നാൽ റബ്ബി തങ്ങൾ പറയുന്നു വേണ്ട, ഈ ഇരുമ്പ് പണിക്കാരന്റെ ആലയിൽ നിന്നുള്ള നാറ്റം നിനക്കടിക്കൂലേ, ഇരുമ്പിന്റെ വാസന നിനക്ക് വരൂലേ, നീ ഇറങ്ങി വരുമ്പോ ഒരു വല്ലാത്തൊരു നാറ്റം വരൂലേ, അതുപോലെ നീ കുടിക്കണ്ട, കുടിക്കുന്നവരുടെ കൂടോ നിന്റെ അടുത്ത് നിന്ന് നാറ്റം ഉണ്ടാവും. ശരിയല്ലേ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മാറും. ഇതല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തീരുമാനമെടുത്തോളിൻ, നല്ല കൂട്ടുകാരെ നമുക്ക് മതി. പരലോകത്ത് ചെന്നിട്ട് കാലിട്ടടിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു അവനോട് കൂടിയത് നശിച്ചു പോയല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് തീരുമാനിച്ച് നല്ല കൂട്ടുകാരെ കൊണ്ടുപോയി അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ സന്ദർഭം ചുരുക്കി പറയുന്ന രണ്ട് ഘട്ടങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നാലാമത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹാഖ പറയുകയാണ്. സൂറത്തുൽ ഹാഖ സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാണ് നാലാമത്തെ വിലാപം എവിടെയാണെന്നറിയോ? അവിടെ നിന്ന് പോയി ആദ്യം വന്നു. എങ്ങനെയാണ്? ഒന്നുമില്ല കയ്യില്, പടച്ചോനെ വല്ലതും കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാലോചിച്ചു, രക്ഷയില്ല. രണ്ടാമത് എല്ലാവരെയും മണ്ണാകാൻ പറഞ്ഞപ്പോ രണ്ടാമത്തെ വിലാപം, പടച്ചോനെ ഞാനും മണ്ണായിരുന്നെങ്കിൽ രക്ഷയില്ല. മൂന്നാമത് അല്ലാഹുവേ ഞാനൊന്നും കൊണ്ടുവരാതെ തിന്മകൾ മാത്രം കൊണ്ടുവന്നതിന് കാരണക്കാരൻ എവനാണ്? അവിടെ വിലപിച്ചിട്ട് കാര്യമില്ല. ആ സമയത്താണ് നാലാമത്തെ സംഗതി വരുന്നു. എന്താ? നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ റെക്കോർഡുകളും അടങ്ങിയ നിന്റെ ജീവിതത്തിന്റെ ഏത് കർമ്മപുസ്തകം നിന്റെ കയ്യിൽ കൊണ്ട് തരികയാണ്. ആ സമയത്ത് അല്ലാഹു സൂറത്തുൽ ഹാഖയിലൂടെ പറയുന്നു അമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി. ഇടത് കയ്യിലെ ഗ്രന്ഥം വാങ്ങുന്നവന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഇടത്തെ കയ്യിൽ ഗ്രന്ഥം വാങ്ങുന്നവന് യഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ. അല്ലാഹുവേ എനിക്ക് ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ, അല്ലാഹുവേ ഈ കിതാബ് എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ, വലം അദ്രി മാ ഹിസാബിയാ ഈ വിചാരണ എന്തെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ, യാ ലൈതാ കാനത്തിൽ ഖാലിയാ മരണത്തോടെ എല്ലാം അങ്ങ് തീർന്നിരുന്നെങ്കിൽ. ഇല്ല പെങ്ങളെ, മരണത്തോടെ തുടക്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കത്തിന്റെ തുടക്കം. എവിടെയാണ്? അത് തുടക്കമാണ് ഖബർ മുതൽ. ഈ ലോകത്തിന്റെ ഒടുക്കമാണ് എല്ലാ ജീവിതത്തിന്റെയും തുടക്കമെന്ന് പഠിക്കണേ സഹോദരങ്ങളെ.
നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? അത് ഖബർ മുതലാണ്. ആ ഖബറിലെ ജീവിതം ഞാനും നിങ്ങളും പരലോകത്ത് വന്ന് ഇടത് കയ്യിലെ കിതാബ് വാങ്ങിയിട്ട് പറയുന്നത്, അല്ലാഹുവേ ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ, വിചാരണ നേരിടാതിരുന്നെങ്കിൽ, മരണത്തോടെ മണ്ണോട് ചേർന്നിരുന്നെങ്കിൽ, അല്ലാഹുവേ നീ മാലിയ എന്റെ സമ്പത്ത് എനിക്ക് വില പോയില്ല അല്ലാ, ഹലകനി സുൽത്താനിയ, അല്ലാഹുവേ എന്റെ അധികാരം എന്നെ നശിപ്പിച്ചു റബ്ബേ, എന്നെ നശിപ്പിച്ചു കളഞ്ഞു റബ്ബേ. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ഇതാരാണ് കൂടുതൽ പറയുന്നതെന്നറിയോ? അബൂലഹബിനെ നിങ്ങൾക്കറിയോ? അബൂലഹബിനെ നിങ്ങൾക്കറിയോ? ആരായിരുന്നു അബൂലഹബെന്ന് എന്റെ തോട്ടുമുഖത്തുള്ള പെങ്ങൾക്കറിയോ? അബൂലഹബിന്റെ അർത്ഥം എന്തെന്നറിയോ? പ്രോജ്വലിക്കുന്ന പ്രഭയുടെ പിതാവെന്നാണ്. എന്താണ് ആ പേരങ്ങേർക്ക് കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? അയാളുടെ പേര് അബൂലഹബ് എന്നല്ല, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൽ ഉസ്സ എന്നാണ് പേര്. പക്ഷെ ആരും അബ്ദുൽ ഉസ്സ എന്ന് വിളിച്ചിട്ടില്ല. അയാളെ വിളിക്കുന്നത് അബൂലഹബ് എന്നാണ്. എന്താണ് കാര്യം എന്തെന്നറിയോ? പ്രകാശമാണ്, മുഖത്തുനിന്ന് നോക്കിയാൽ 14 രാവിന്റെ പൗർണമിയെ പോലെ വല്ലാത്ത സൗന്ദര്യത്തിന്റെ അടയാളമാണ് അബൂലഹബ്. വല്ലാത്ത ഗ്ലാമറാണ്, വല്ലാത്ത ഗ്ലാമറാണ് അബൂലഹബിന്. ഒരുപാട് കോടികൾ അവന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കറിയുമോ, ചരിത്രത്തിലെ ഏറ്റവും വലിയ 4 പണക്കാരുണ്ടായിരുന്നു. ആ പണക്കാരനോളം എത്താൻ രവിപിള്ളക്ക് കഴിയില്ല, യൂസുഫ് അലിക്ക് കഴിയില്ല. ശതകോടീശ്വരനായി അമേരിക്കൻ പ്രസിഡന്റായി അവരോധിക്കപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന് കഴിയില്ല. സഹോദരങ്ങളെ, ഒരാൾക്കും കഴിയില്ല. കർണാടകയിലെ കല്യാണം നടത്തി 500 കോടി രൂപ പൊടിച്ച് കളഞ്ഞ ജനാർദ്ദൻ റെഡ്ഡിക്ക് കഴിയില്ല. ആരാണ് 4 വലിയ സമ്പന്നന്മാരെന്നറിയോ? ആ 4 പേരിൽ ഒരാളാണ് അബൂലഹബ്. ധനപൂജകനാണ്. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഈശ്വരന് കോടിയാണ്. അതാണ് ശരി എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ കോടീശ്വരനായ അബൂലഹബിന്റെ ധനത്തിന്റെ കഥ അറിയണോ സഹോദരങ്ങളെ? അയാൾക്ക് 5 പൈസ കിട്ടാനുണ്ടെങ്കിൽ ആ 5 പൈസ കിട്ടുന്നത് വരെ യുദ്ധം ചെയ്യുന്നവനാണ്. ഒരു പാവപ്പെട്ടവന് ജീവിതത്തിലെ വകയില്ലാതെ കുറച്ച് കടം വാങ്ങി അവസാനം തിരിച്ചു കൊടുക്കാൻ അവന്റെ കയ്യിൽ പണമില്ലാതെ വന്നു. അങ്ങനെ വരുന്ന സമയത്താണ് ബദർ യുദ്ധത്തിന്റെ സമയം വരുന്നത്. മുശ്രിക്കീങ്ങളെ ബദർ യുദ്ധത്തിന് പോകേണ്ട ലിസ്റ്റ് ഇട്ടു. ആ ലിസ്റ്റിൽ ഒരു പേരാണ് അബൂലഹബിന്റെ പേര്. ആ സമയത്തിന്റെ സഹോദരങ്ങളെ, അബൂലഹബ് പറഞ്ഞു, ഇവനെ വിളിച്ചിട്ട് പറഞ്ഞേടാ, ഇങ്ങ് വന്നേ, നിനക്ക് പൈസ തരാനുണ്ടോ കയ്യില്? ഇല്ല, പൈസ തരാനില്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ പേര് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിലുണ്ട്. ശത്രുക്കളുടെ ഭാഗത്താണ്, മുസ്ലിങ്ങളുടെ ഭാഗത്തല്ല. പക്ഷെ എനിക്ക് പോകാൻ പറ്റൂല, എന്റെ സമ്പാദ്യം ആര് നോക്കും? അതുകൊണ്ട് എനിക്ക് പകരം നീ പോകുമോ? നീ തരാനുള്ള പൈസ എനിക്ക് തരണ്ട. ഇത്രയും വലിയ ധിക്കാരിയായ സമ്പന്നനായ അബൂലഹബ് എന്ത് ചെയ്തെന്നറിയോ സഹോദരങ്ങളെ? വൈകുന്നേരം പൈസ എണ്ണി നോക്കുമായിരുന്നു. ഓരോ ദിവസം പൈസ എണ്ണിയിട്ട് അതിനെ പൂജിക്കുമായിരുന്നു. അല്ലാഹുവേ, അവസാനം എന്തു ചെയ്തെന്നറിയോ? അല്ലാഹുവേ, ശരീരത്തിൽ ഒരു ചെറിയ കുരു കൊടുത്തു. അല്ലാഹു ഒരു ചെറിയ കുരുവാ കൊടുത്തത്. ആ കുരുവിങ്ങനെ ചൊറിയാൻ തുടങ്ങി. അബൂലഹബ് ഇങ്ങനെ ചൊറിഞ്ഞു സുബ്ഹാനല്ലാഹ്. അബൂലഹബിന്റെ ശരീരം മുഴുവനും ആ കുരുക്കൾ വന്നു. ആ കുരുക്കൾ ശരീരം മുഴുവനും വന്നങ്ങ് തണുത്തു നിൽക്കാൻ തുടങ്ങി. അവസാനം വല്ലാത്ത വേദന വന്നു. അവസാനം ആ ചലമൊഴുകാൻ തുടങ്ങി ശരീരത്തിലൂടെ ചലവും രക്തവും ചാലിട്ടൊഴുകിയപ്പോ അസഹ്യമായ ദുർഗന്ധമാ. ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്റെ റൂമിൽ കിടക്കല്ലേ, നിങ്ങൾ എന്റെ റൂമിൽ കിടക്കല്ലേ. നബിതങ്ങള് നടന്നു പോകുന്ന പാറയോരത്തെ കല്ലും മുള്ളും വാരിയിട്ട് പൊന്നാര നബിതങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് വേദനിപ്പിച്ച ഭാര്യയും ഭർത്താവുമാണ് അബൂലഹബും ഉമ്മു ജമീലയും. ഉമ്മു ജമീല പറഞ്ഞതെന്തെന്നറിയോ? ഇന്നലെ വരെ തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ അബൂലഹബിനോട് തന്റെ മാരടത്തിന്റെ സുഗന്ധം ആരാണോ ഏറ്റുവാങ്ങിയത്? അബൂലഹബ് എന്ന ഭർത്താവിനോട് പറയുന്നു, എടോ, ഇന്നെന്റെ റൂമിൽ നീ കേറാൻ പാടില്ല. അല്ല കൊടുക്കുന്ന പണി കണ്ടോ? അല്ലാട്ട കളിക്കല്ലേ, പടച്ചോനടുത്ത് കളിക്കല്ലേ. അല്ലാട്ട കളിച്ച കളിയിൽ കൊതിവിടുമേ. സഹോദരങ്ങളെ, അബൂലഹബിനെ
ലഹബിനെ അല്ലാഹു എന്ത് ചെയ്തെന്നറിയോ? അവന്റെ ശരീരത്തിൽ ഇങ്ങനെ കുരുക്കളെ കൊടുത്ത് അബൂലഹബിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ ഭാര്യ പറഞ്ഞ എന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങടാ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മക്കൾ വന്നിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തു പോടാ, വല്ലാത്ത നാറ്റമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറപ്പാക്കി. കോടീശ്വരനാണ്, ധനപൂജകനാ. ഈ അബൂലഹബ് വീടിന്റെ പുറത്തിറങ്ങുമ്പോ നാട്ടുകാര് പറഞ്ഞു പോടാ പോടാ, ഈ നാട്ടിൽ നിന്ന് പോടാ. ബെഡ്റൂമിൽ നിന്ന് ഭാര്യ പുറത്തിറക്കി, വീട്ടിൽ നിന്ന് മക്കളെ പുറത്തിറക്കി, നാട്ടിൽ നിന്ന് നാട്ടുകാര് പുറത്താക്കി. അവസാനം പോകുന്ന വഴിയില് ഇങ്ങനെ വല്ലാതെ വേദനിച്ച് നടക്കുകയാ. മറിഞ്ഞങ്ങ് വീണു ചത്തില്ലേ. ആളുകളെ വന്നിട്ട് പറഞ്ഞു, അബൂലഹബിന്റെ മക്കളോട് പറഞ്ഞു, വാപ്പാടെ ജനാസ എടുത്ത് കുഴിച്ചിടടാ, ശവശരീരം എടുത്ത് കുഴിച്ചിടടാ, ഇവിടെ സാംക്രമിക രോഗങ്ങൾ വരുമടാ, ഞങ്ങളെ കുഴിച്ചിടൂല. അവസാനം നാട്ടുകാര് പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കണ്ടിട്ടില്ലേ, കോഴി വേസ്റ്റ് കൊണ്ടുവന്ന വളവിൽ എറിയുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ജനക്ഷോഭം വരുന്നത് പോലെ അബൂലഹബ് എന്ന സമ്പന്നന്റെ ശരീരം മറവ് ചെയ്യുന്നതിനു വേണ്ടി ജനകീയ പ്രക്ഷോഭം വരികയാണ്. ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വാപ്പയല്ലേ, നിങ്ങൾക്ക് ജന്മം നൽകിയവനല്ലേ, കുഴിച്ചിടാ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോലും മക്കള് പറഞ്ഞു, ഇല്ല, അവന്റെ ശരീരത്തിൽ ഞങ്ങൾ തൊടൂല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, അബസീനിയയിലെ പാവപ്പെട്ട കുറെ അടിമകളെ വിളിച്ചു. വയറ് നിറച്ച ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത പാവപ്പെട്ട അബസീനിയയിലെ അടിമകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാ, ഞങ്ങൾക്ക് പൈസ തന്നാ മതി, പാപ്പാടെ പൈസ ഒരുപാടുണ്ട്, നിങ്ങളൊന്ന് കുഴിച്ചിട്ട് തന്നാ മതി, പൈസ തരാ. വന്ന് നോക്കുമ്പോ അബസീനിയയിലെ, എത്യോപ്യയിലെ, ഹബിഷയിലെ അടിമകൾ പറഞ്ഞതെന്തെന്നറിയോ? ഞങ്ങൾ പട്ടിണി കിടന്നു മരിച്ചാൽ യവന്റെ ശരീരപ്പ് ഞങ്ങള് തൊടില്ല. അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഇറക്കി വിട്ട അബൂലഹബിന് അവസാനം നിൽക്കാൻ കഴിയാതെ കമ്പൊടിച്ചിട്ട് കമ്പ് കുത്തി കുഴിയിലകത്താക്കി. ആ കമ്പ് പോലും കുഴിക്കകത്തിട്ട് മണ്ണിട്ട് മൂടി. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വരുമ്പോ അബൂലഹബ് പറയുന്നതാണ്, മാനാ അന്നീ മാലിയാ സുൽത്താനിയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വലത് കയ്യിൽ കിതാബ് കിട്ടലാണ് വേണ്ടത്. ഇടത് കയ്യിൽ കിതാബ് കിട്ടിയാൽ അറിയാതെ നിലവിളിച്ചു പോകും, അല്ലാഹുവേ, കിട്ടാതിരുന്നെങ്കിൽ, വിചാരണ ഇല്ലാതിരുന്നെങ്കിൽ, മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ, സമ്പത്ത് ഉപയോഗമില്ലാതായി പോയി, അധികാരം എന്നെ നശിപ്പിച്ചു കളഞ്ഞു. എല്ലാവരും കരയും, എല്ലാവരും കരയും. ഇന്ന് റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ബുദ്ധ ഭീകരവാദികൾ നാളെ പരലോകത്ത് പറയൂ, അല്ലാഹുവേ, പടച്ചവനെ, നശിപ്പിച്ചല്ലോ. സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ ഓങ് സാങ് സൂചി നാളെ പറയും, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അധികാരം എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുന്ന കാലമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? അന്തസ്സോടെ, ആഭിചാത്യത്തോടെ, സന്തോഷത്തോടെ വലത് കയ്യിൽ കിതാബും പിടിച്ചു നിൽക്കലാണ് വേണ്ടത്. അല്ലാഹു ഭാഗ്യം തരട്ടെ. വലത് കയ്യിൽ കിതാബ് കിട്ടാം. എങ്ങനെ ഇടത് കയ്യിൽ കിട്ടുന്നത്? മരണത്തോടു കൂടി അറിയാൻ നമ്മളിന്റെ അവസ്ഥ എന്താവും. മരിച്ചാൽ ഇപ്പൊ നമുക്കറിയാൻ പറ്റും. ഞാൻ ഭയങ്കര പ്രസംഗം അങ്ങോട്ട് നടക്കാം, എന്റെ മരണം എങ്ങനെയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ലാഹു നല്ല മരണം തരട്ടെ. നമ്മൾ പ്രസംഗം കേൾക്കുന്നു, നമ്മൾ എങ്ങനെ മരിക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ അറിയാം ഇനി അങ്ങോട്ട് നമുക്ക് എന്താണെന്നുള്ളത്. സ്വർഗ നരകങ്ങൾ നമുക്കിപ്പോ ആഗ്രഹിക്കാം, പക്ഷെ പറയാൻ പറ്റുമോ നമ്മൾ സ്വർഗത്തിലാണെന്ന്? ഉഹുദിൽ പടഞ്ഞു വീണ് കിടക്കുന്ന സഹാബിയുടെ ശരീരം എടുത്തു വെച്ചിട്ട് ഉമ്മ, മോനെ നീ രക്ഷപ്പെട്ടെന്ന് പറയാ. ഉഹുദിൽ മരിച്ചു കിടക്കുക, വയറ്റത്ത് കല്ലും കിടക്കുക. കാരണം എണീറ്റ് നിൽക്കാൻ കഴിയാത്ത പട്ടിണി കിടന്നപ്പോ യുദ്ധത്തിന് വേണ്ടി വയറ്റ് കല്ലും വെച്ച് കെട്ടി യുദ്ധത്തിന് വന്നതാ. നമ്മളാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ ഉമ്മയോട് നബിതങ്ങൾ ചോദിക്കുന്നു, ഉമ്മ, നിങ്ങൾക്ക് ഉറപ്പുണ്ടായിമോ സ്വർഗത്തിൽ പോകും? അതാണ് സ്വർഗം, അതാണ് നരകം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉറപ്പില്ല, പക്ഷേ നമുക്കറിയാം മരണത്തോട് കൂടിയിട്ട് നമുക്ക് എന്താകുമെന്നറിയാം. ഏറ്റവും വലിയ ഷെയ്ഖാണ് മഹാനായ ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു. അതിനപ്പുറത്തെ വേറെ ഷെയ്ഖൊന്നുമില്ല.
അലിയാർ തങ്ങളുടെ ഏറ്റവും നല്ല രണ്ട് ശിഷ്യന്മാരല്ലേ റബീഉം റിബീഉം. രണ്ടുപേരും ഒരു ദിവസം ഒരു പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ എന്നറിയോ? ഞങ്ങളുടെ സങ്കേതം എവിടെയാണെന്ന് അറിയുന്നവരെ ഞങ്ങൾ ഇനി ചിരിക്കൂല. സ്വർഗമാണോ നരകമാണോ നമ്മൾ പോകുന്നതെന്ന് അറിയുന്നവരെ ചിരിക്കൂല. മരിക്കുന്നവരെ ചിരിച്ചില്ല. ചിലര് പറയും ഞങ്ങളോട് വന്നാൽ നിങ്ങൾക്ക് ചിരിക്കാന്ന് ഇല്ല. ഏറ്റവും വലിയ ശൈഖിന്റെ ശിഷ്യന്മാര്, പ്രധാനപ്പെട്ട രണ്ട് മുരീദന്മാര് മരിക്കുന്നവരെ ചിരിച്ചില്ല. അവസാനം മരണപ്പെട്ടതിനു ശേഷം മയ്യത്ത് കട്ടിലിൽ കിടത്തി കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നോക്കിയപ്പോ മരിച്ചതിന് ശേഷം കിടന്ന് ചിരിക്കുകയാണ്. മരിച്ചതിന് ശേഷം ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പൊ എന്താ മനസ്സിലാക്കിയേ? മരിച്ചാലേ അറിയൂ നമ്മൾ സ്വർഗമാണോ നരകമാണോ എന്നുള്ള കാര്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മനുഷ്യനും മരണശേഷം അറിയാൻ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. നല്ല ആളാണെങ്കിൽ നിസ്കാരം കൊണ്ട് നോമ്പുണ്ട്, ആരെയും ഉപദ്രവിച്ചൊന്നുമില്ല, പാവങ്ങളെയൊക്കെ സഹായിച്ചു, എല്ലാ കാര്യങ്ങളും റാഹത്താണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യരാണെങ്കിലും മലക്ക് വന്നിട്ട് വാപ്പാടെയും അവന്റെയും പേര് ഉയർത്തി വിളിക്കും. എവിടെ എവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസ്, അബ്ദുൽ അസീസിന്റെ മകൻ ഉമർ എവിടെ? എവിടെ നവാസ് അബ്ദുൽ അസീസ്, അബ്ദുൽ അസീസിന്റെ മകൻ നവാസ് എവിടെ? എന്നിങ്ങനെ ചോദിക്കുമ്പോ മനുഷ്യർ ഓടി അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോ ഇവനറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നേ. അപ്പോ ജീവിതത്തിന്റെ കർമ്മ പുസ്തകം അവൻ വലത്തെ കൈ നീട്ടി ഇങ്ങ് വാങ്ങും. സാധാരണ അങ്ങനെയാണല്ലോ, നല്ല കാര്യങ്ങളൊക്കെ വലത്തെ കൈ നീട്ടി ഇങ്ങനെ വാങ്ങും. എന്നാ ഇടത്തെ കൈ കിട്ടുന്ന കാര്യം കേട്ടോ, അവരറിയാം മരണത്തോടു കൂടി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഗ്രന്ഥം കയ്യിൽ കൊണ്ടുവരുന്ന സമയത്ത് അവന് വാങ്ങാതെ കൈ രണ്ടും പുറകിൽ കെട്ടും, മാറി മാറി നടക്കും. മലക്കുകൾ കൊടുത്തല്ലേ പറ്റൂ. അവർ പുറകിലൂടെ കൊണ്ടുവന്ന് ഇടത്തെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അവർ പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവര് അവരാരാണ്? ഞാൻ നിങ്ങൾ പറഞ്ഞു പോകും, അല്ലാഹുവേ എന്റെ കയ്യിൽ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ ഇല്ല, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ ഇല്ല, എനിക്ക് സമ്പത്ത് ഉപകരിച്ചില്ല പടച്ചവനെ എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ചിന്തിക്കണം. ഇവിടെ ചിന്തിക്കണമെങ്കിൽ വലത് കയ്യിൽ കിതാബ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി അള്ളാഹു പറഞ്ഞ ഒരു 4 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം, ചുരുങ്ങിയ വാക്കുകളിൽ. ഏതൊക്കെയാ? അള്ളാഹു എന്തിനാണ് നാവ് തന്നത്? അള്ളാഹു എന്തിനാണ് ചുണ്ടുകൾ തന്നത്? പടച്ചവൻ എന്തിനാണ് പല്ല് തന്നത്? അള്ളാഹു എന്തിനാണ് കൈകാലുകളെ തന്നത്? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു പറയുകയാണ്, അവന് ഞാൻ 2 നയനങ്ങൾ കൊടുത്തില്ലയോ, അവന് ഞാൻ 2 ചുണ്ട് കൊടുത്തില്ലയോ, അവന് ഞാൻ സംസാരിക്കാൻ അവന് ഞാനൊരു നാവ് കൊടുത്തില്ലയോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, നാവും ചുണ്ടും പല്ലും കണ്ണും എല്ലാം കൊടുത്തിട്ട് വഹദൈനാഹു നജ്ദൈൻ, 2 പാറ അവന് ഞാൻ കാണിച്ചു കൊടുത്തു. ഒന്ന് സുന്ദരമായ സ്വർഗത്തിലേക്കുള്ള പാറയാണ്, ഒന്ന് നരകത്തിലേക്കുള്ള പാറയാണ്. അള്ളാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണക്കം വികടനാദം കൊണ്ട് മുഖരിതമായ ആ സുഖലോലുവ സ്വർഗം സഹോദരങ്ങളെ മലമ്പാറയാണ്. ആ സ്വർഗത്തിലേക്കുള്ള പാറ വല ദുർഘടമാണ്. ആ പാറയിലെ കള്ളും മുള്ളുമുണ്ട്. ആ പാറ മേൽപോട്ടാണ്, വളരെ പ്രയാസമാണ് മേപ്പോട്ട് കയറാ, വളരെ ബുദ്ധിമുട്ടാണ് മലമ്പാറയിലെ കയറാ. മലയിലൂടെ കയറി പോകുന്ന മലമ്പാറയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസമാണ്. അതാണ് സ്വർഗത്തിന്റെ പാറ. നരകത്തിന്റെ പാറ എന്ന് പറഞ്ഞ സുന്ദരമായ താഴോട്ടുള്ള പാറയാണ്. നല്ല രസമാണ് കള്ള കുടിക്കാൻ, നല്ല രസമാണ് പെണ്ണ് പിടിക്കാൻ, നല്ല രസമാണ് സിനിമ കാണാൻ, നല്ല രസമാണ് പലിശ വാങ്ങാൻ, നല്ല രസമാണ് പരദൂഷണം പറയാ. അത് താഴോട്ടുള്ള നരകത്തിന്റെ പാറയാണ്. വലിയ പ്രയാസമാണ് നിസ്കരിക്കാൻ, വലിയ ദുഃഖമാണ് നോമ്പ് പഠിക്കാൻ, വളരെ കട്ടളയാണ് ഹജ്ജിന് പോകാൻ, വളരെ പ്രയാസമാണ് ഇൽമിന്റെ മജ്‌ലിസിലിരിക്കാൻ. അത് മലമ്പാറയാണ്. ഒന്ന് മലമ്പാറ, മറ്റൊന്ന് സരളമായ ഇടത്തോട്ടുള്ള പാറ. സഹോദരങ്ങളെ, ഈ 2 പാറയല്ല കാണിച്ചു തന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലഖതഹമൽ അഖബ, അവനീ മലമ്പാറ സഞ്ചരിച്ചില്ല, ആ മലമ്പാറ ചവിട്ടി കയറിയില്ല, ആ ദുർഘട പാറ കടന്നു പോയില്ല. നബിയേ, നിങ്ങൾക്കറിഞ്ഞൂടെ വമാദറാകമൽ അഖബ, ഈ മലമ്പാറ എന്ന് പറയുന്ന ദുർഘടം പിടിച്ച പാറ ഏതാണ്? ഒന്ന് ഫഖുറഖബ ഔ യത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ ഔ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മച്റബ. അല്ലാഹു പറയുകയാണ്, ഒന്ന് അല്ലാഹു പറയുന്നു ഫഖുറഖബ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കുമോ, അടിമയെ മോചിപ്പിക്കുക എന്നാണ് നേരിട്ടുള്ള അർത്ഥമെങ്കിൽ
മുഫസ്സിരീങ്ങൾ പറയുന്നു അടിമ സമ്പ്രദായം മുത്തുനബിയുടെ കാലത്തങ്ങ് അവസാനിച്ചു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ ഉള്ളതാണ്. അതിന്റെ അർത്ഥം ദീർഘവീക്ഷണത്തോടെ മുഫസ്സിരീങ്ങൾ വെച്ചത് കഷ്ടപ്പെടുന്നവന്റെ കട്ടപ്പാട് മാറ്റിക്കൊടുക്കുമോ? എന്റെ തോട്ടുമുഖത്ത് വന്നിരിക്കുന്ന നൂറുകണക്കിന് ആളുകളോട്, പെങ്ങന്മാരോട് പറയാനുള്ളത്, ആയിരക്കണക്കിന് ആളുകളോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദുർഘടം പിടിച്ച പാറ ചവിട്ടി കയറണോ? അത് സ്വർഗത്തിലേക്കുള്ള സുന്ദരമായ പാറയാണ്. ആ പാറ കയറണോ? ആ പാറ കയറാ ഒന്നാമത് വേണ്ടത് സഹോദരങ്ങളെ, മലമ്പാറ വിട്ടുകിടക്കാൻ ഒന്നാമത് കഷ്ടപ്പെടുന്നവന്റെ കട്ടപ്പാട് മാറ്റിക്കൊടുക്കലാണ്. ഇവിടെ തോട്ടുമുഖത്തെ മഹല്ല കമ്മിറ്റി 12 കഷ്ടപ്പെടുന്നവര് 12 വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അള്ളാനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ ചോദിക്കുകയാണ്, എന്തിനെങ്കിലും കുറവ് നമുക്കുണ്ടോ? ഏതിനെങ്കിലും കുറവ് നമുക്കുണ്ടോ? അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നില്ലേ? അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നില്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി അഖ്വാമ, അള്ളാഹ്ക്ക് ചെറിയ ആളുകളുണ്ട്, പടച്ചോന് കുറെ അടിമകളുണ്ട്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളല്ല ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്പാദ്യം അവർക്ക് കൊടുത്തു, ബാങ്ക് ബാലൻസ് കൊടുത്തു, ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. അവരെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയോ? എന്റെ ശബ്ദം ശപിക്കുന്ന പണക്കാരാ, അള്ളാഹു പറയും, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങളെ അള്ളാഹു നാട്ടിലുള്ള ആളുകളുടെ ഇടയിൽ പ്രത്യേകമാക്കിയത് എന്തിനെന്നറിയോ? ലിനഫഖത്തിൽ ഇബാദ്, അള്ളാഹുവിന്റെ പാവപ്പെട്ട അടിമകളെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ കോടികളൊക്കെ അള്ളാഹ് അവിടെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം വരുത്തും. നിങ്ങൾ ചെലവ് ചെയ്ത നിങ്ങളത് കൊടുക്കാതെ പിടിച്ചു വെച്ചാലോ, അറിയണേ സമ്പന്നരെ, അറിയണേ, അള്ളാഹു നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തന്ന്, എസ്റ്റേറ്റ് തന്ന്, ബാങ്ക് ബാലൻസ് തന്ന്, ഇതെല്ലാം തരുന്നത് എന്തിനാണ്? പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെച്ചാ നിങ്ങളിൽ നിന്ന് അള്ളാഹു അങ്ങ് മാറ്റിക്കളയും, ഊരിക്കളയോ. വേറുള്ള ആളുടെ കയ്യിൽ അള്ളാഹു അങ്ങ് കൊടുക്കുന്നതാണ്. ഇത് പറഞ്ഞത് മുസ്തഫായ നബിയാ. തമാശയ്ക്ക് വേണ്ടി പോലും കള്ളം പറഞ്ഞിട്ടില്ല. 23 വർഷക്കാലത്ത്, അതിനു മുമ്പുള്ള 40 കൊല്ലത്തെയും ജീവിതത്തില് 7 ആകാശങ്ങളൊക്കെ അപ്പുറത്ത് നിന്ന് അള്ളാഹ് അറിയിക്കാത്തതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യമാണ്, സത്യമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് പൈസ തന്നത് പാവങ്ങൾ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുത്താൽ നിനക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. കൊടുത്തില്ലെങ്കിൽ നിന്നിൽ നിന്ന് നല്ല എടുത്തിട്ട് വേറൊരാളയിൽ കൊടുക്കും. നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ, അതിന് ഞങ്ങളുടെ ഒപ്പ് വേണ്ടേ? പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഭീമെന്ന പറഞ്ഞ കാലമാണ്. ഞങ്ങളെ ഒപ്പിച്ചാൽ പിന്നെ എങ്ങനെ കൊടുക്കും? നബി പറഞ്ഞതൊക്കെ ശരി തന്നെ. ഞങ്ങൾക്കൊരു 10 കോടി കിടക്കുക ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾ കൊടുക്കുന്നില്ല. അല്ല പറഞ്ഞു, റസൂല് പറഞ്ഞല്ലോ, ഞങ്ങളുടെ അടുത്ത് വേറെ കൊടുക്കുമെന്ന്. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഞങ്ങളെ ഒപ്പ് വേണ്ടേ? ഞങ്ങളെ ഒപ്പുണ്ടെങ്കിലേ കൊടുക്കൂ. വേണ്ട മോനെ, എന്റെ ഒപ്പ് വേണ്ട, നീ കൊടുക്കാതിരുന്നു എന്ന് എന്താ ചെയ്യാ? അള്ളാഹു നിന്റെ കവളത്തൊരു മോഹക്കുരു തരും. ഒരു മോഹക്കുരു, അത് കുഴപ്പമില്ല ഉസ്താദേ, മോഹക്കുരു അല്ലേ? പക്ഷെ ആ വേദന അസഹ്യമാണ്. അതിനെന്താ പ്രശ്നമില്ല, ഞാൻ പിതുക്കി കളയും. പക്ഷേ അങ്ങനെ പിതുക്കിയാ പോകുന്നതല്ല, അത് ഞെക്കിയാ പോകൂല. അത് നീ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് മരുന്ന് പുറത്തേക്ക് പോകുന്നില്ല. അത് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ ബ്ലഡ് പരിശോധിക്കാൻ പറഞ്ഞു. ബ്ലഡ് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചോണ്ട് ചെന്നവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് RCC കൊണ്ടുപോകാൻ പറഞ്ഞു. RCCയിൽ പോയി അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർജറി വേണം. എത്ര? 10 കീമോ വേണം. ഒരു കീമോ 4 ട്രിപ്പ്, ഒരു ട്രിപ്പ് 48 മണിക്കൂർ. ഒരു കീമോയുടെ വില 50,000 രൂപ. അങ്ങനെ 10 കീമോ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ അറിയാതെ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഡോക്ടറുടെ പോക്കറ്റിലേക്ക് പോയി. ശരിയല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര അർത്ഥമാണ്. അതുകൊണ്ട് റബ്ബിന്റെ ഖളാഇനെ തട്ടിമാറ്റാൻ 2 കാര്യങ്ങൾക്ക് കഴിയും. 2 കാര്യങ്ങൾക്ക് കഴിയും. ഒന്ന്, ദുആ. ലാ യുറദ്ദു ഖളാഉ ഇല്ലാ ബിദ്ദുആ. 2 സ്വതഖ. അസ്സദഖത്തു റബ്ബുൽ ബലാ. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുത്താൽ വലത് കയ്യിൽ കിതാബ് കിട്ടും. രണ്ടാമത് അല്ലാഹ് പറഞ്ഞു, തുആമു ഫീ യൗമിൻ ദി മസ്ഗബത്തിൻ യതീമൻ ദാ മഖറബ ഔ മിസ്കിനൻ ദാ മസ്റബ. അനാഥകൾക്കും അഗതികൾക്കും ഭക്ഷണം കൊടുക്കുക വിശപ്പിന്റെ നാളുകളിൽ. മൂന്നാമത് അല്ലാഹു പറഞ്ഞു, സുമ്മ കാന മിനല്ലദീന ആമനു. വിശ്വാസി സമൂഹത്തിൽ നീ ഉൾപ്പെടണം. കണ്ടോ, മുഅ്മിനാകണമെന്നല്ല പറഞ്ഞത്, പിന്നെയോ മുഅ്മിനീങ്ങളിൽ നീ ഉൾപ്പെടണം എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളായ ഒരു സമൂഹം ഈ നാട്ടിൽ ഉണ്ടാകണം.
ഒരു സഹോദരൻ 5000 രൂപ. ഈമാനുള്ള ഒരു സമൂഹം ഉണ്ടാകണം. തീരുന്നില്ല. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമാ. പരസ്പര ക്ഷമ കൊണ്ടും പരസ്പര സത്യം കൊണ്ടും പരസ്പര കാരുണ്യം കൊണ്ടുമൊക്കെ പരസ്പരമുള്ള നിങ്ങളുടെ വസിയത്തുണ്ടല്ലോ, പരസ്പരം ഉപദേശമുണ്ടല്ലോ. ഒന്ന് ക്ഷമിക്കും, നിങ്ങളൊന്ന് ക്ഷമിക്കും, കരുണ കാണിക്കുക എന്നൊക്കെ പറയുന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കരുണ കാണിക്കും, നിങ്ങൾ ആ പാവങ്ങൾക്ക് വീട് വെക്കാൻ പൈസ കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു വസിയത്ത് പരസ്പരം നടത്തുന്നവരാരോ അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷമെന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, 4ാമത്തെ വിലാപമാണ് അല്ലാഹുവിന്റെ മഹ്ശറിൽ ഞാനും നിങ്ങളും ഇടത് കയ്യിൽ കിതാബ് കിട്ടിയതിന്റെ പേരിൽ ഞാൻ ചുരുക്കട്ടെ. 5ാമത്തെ സന്ദർഭം അല്ലാഹു പറയുന്നു, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. 5ാമത്തെ സ്ഥലം നരകത്തിൽ മുഖം കുത്തി വീഴപ്പെടുന്ന സമയത്താണ്. എന്താ പറയുന്നത്? യാ ലൈതനാ തഅന അല്ലാഹ വ തഅന റസൂല വഖാലൂ, അവർ പറയും റബ്ബനാ ഇന്നാ തഅന സാദതനാ വ കുബറാനാ ഫളല്ലൂന സബീലാ. അല്ലാഹുവേ, എന്റെ മുൻഗാമികളെ നേതാക്കന്മാര് എന്റെ നേതൃത്വമാണ് റബ്ബേ എന്നെ പഴപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പാതയിൽ നിന്ന് പിന്നിലോട്ട് പോണ്ട. ഇനി എത്ര വലിയ നേതാക്കന്മാരും മറ്റൊരുത്തനോടും മിണ്ടരെന്ന് പറഞ്ഞാലും ഇല്ല, എന്റെ റസൂലും മിണ്ടാതെ നടക്കുന്നവന് നരകത്തിലെന്ന് പഠിപ്പിച്ചെങ്കിൽ എനിക്ക് അതാണ് വലുത്. ഇന്ന് പരസ്പരം കടിച്ചു കീറാനിക്കണ്ട. ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചത് കാരുണ്യത്തോടെ നോക്കണമെന്നാണ്. പുഞ്ചിരിക്കുന്ന പൂമുഖത്തിന് ധർമ്മത്തിന്റെ കൂലി കൊണ്ടെന്ന് പൂമുഖത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയും 5ാമത്തെ ഘട്ടമാണ്. പരലോകത്ത് വരുമ്പോ വിശദീകരിക്കാൻ സമയമില്ല. യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ ബാക്കി നമുക്ക് പരിസരത്തൊക്കെ വരുമ്പോൾ സംസാരിക്കാം. ഈ 5 വിലാപങ്ങൾ, അതുകൊണ്ട് പരലോകത്തിലെ വിലാപം നടത്തിയിട്ട് കാര്യമില്ല. ദുനിയാവിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ട മുഅ്മിനിന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആരുടെ മുമ്പിലും കുനിക്കാത്ത നമ്മുടെ ശിരസ് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. പക്ഷേ ആ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറ് ഞങ്ങളുടെ ശരീഅത്താണ്. ആരുടെ മുമ്പിലും നെഞ്ച് വിരിച്ചു നിൽക്കുന്ന നമ്മുടെ നെഞ്ച് ഇന്ത്യ രാജ്യമാണ്. പക്ഷെ അതിനകത്തിരുന്ന് തുടിക്കുന്ന ഹൃദയം ഞങ്ങളുടെ ശരീഅത്താണ്. ഞങ്ങൾ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിച്ചാൽ ഇല്ല, ഞങ്ങൾ അനുസരിക്കൂല. റസൂലുള്ളാഹി പറഞ്ഞു, അത്വാഅതു ഫിൽ മഅറൂഫ്. നേതാക്കന്മാരെയും ഭരണാധികാരികളെയും വഴിപ്പെടേണ്ടത് നന്മയുടെ വിഷയത്തിൽ മാത്രമാണ്. അല്ലാഹുവിനെ എതിര് പ്രവർത്തിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും നമ്മൾ അനുസരിക്കേണ്ട ബാധ്യതയില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് ഒരു സഹാബത്തിനെ വിളിച്ചിട്ട് ആ സഹാബത്തിനെ വിളിച്ച് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു നേതാവിനെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ബുഖാരിയിൽ കാണാം. അവരെ പറഞ്ഞു വിട്ടു, നിങ്ങളുടെ നേതാവ് എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ പറഞ്ഞു. കുറെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. വിറക് കൊണ്ടുവന്ന് അതിനെ തീ കൊളുത്തിയിട്ട് ഈ അമീർ ചോദിച്ചു, നേതാവ് ചോദിച്ചു, നിങ്ങളോട് റസൂൽ എന്താ പറഞ്ഞത്? എന്നെ അനുസരിക്കണമെന്നല്ലേ? അതെ. എന്തു പറഞ്ഞാലും അനുസരിക്കണ്ടേ? എന്തു പറഞ്ഞാലും അനുസരിക്കണം. ഓരോരുത്തർ ചാടിക്കൊള്ളാൻ പറഞ്ഞു തീയിൽ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് പലരും ചാടാൻ വേണ്ടി ഒരുങ്ങി. നബി പറഞ്ഞതല്ലേ. ചില സഹാബത്ത് ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഇതുപോലത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനാ മുത്തുനബി നമുക്ക് വന്നത്, അതുകൊണ്ട് വേണ്ട. തിരികെ വന്ന് റസൂലുള്ളാഹിയോട് കാര്യം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, തഅതു ഫിൽ മഅറൂഫ്. നിങ്ങൾ ചാടിയിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കിടക്കുമായിരുന്നു. അനുസരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നന്മയുടെ വശത്തിലാണ്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.